ഒരു വർഷമായി കൃത്യമായിട്ട് തുടങ്ങിയത്. കഴിഞ്ഞ മാർച്ചിൽ തുടങ്ങി വെച്ചതാണ്. അതിപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷം പൂർത്തീകരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 3 സ്കെഡ്യൂളായിട്ടാണ് ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നത് പലയിടങ്ങളിലായിട്ട്. ഈ ആർട്ടിസ്റ്റിനൊപ്പം തുടക്കം തന്നെ കിട്ടുന്ന സീൻ വെക്കുന്നത് അനുവേൻ്റെ ഒപ്പമാണ്. അപ്പോൾ അനുവ ഇത്ര ഡയറക്ടറും റൈറ്ററും ആക്ടറും ഒക്കെ ആയിട്ട് സിനിമയുടെ സമസ്ത മേഖലയിലും കൈവച്ച മേഖലയിലൊക്കെ മുദ്ര പതിപ്പിച്ച ഒരാൾ. അതെ, എൻസൈക്ലോപീഡിയ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളെ സഹിക്കുകയും ശ്രമിക്കുകയും നമ്മൾ ആ വഞ്ചിന്ന് വീഴുമ്പോൾ പേറ്റി പിടിച്ച് കയറ്റിയിടലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പാട്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, രമേശ് ചേട്ടൻ സ്കോർ ചെയ്തോണ്ടിരിക്കുന്ന സോങ് ഐറ്റം ഡാൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഐറ്റം ഡാൻസ് മലയാള സിനിമയിൽ അന്യം നിന്ന് പോയ ഒരു കലാരൂപം തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ആ പാട്ട് ആദ്യം കേട്ടപ്പോ ചിത്ര ചേച്ചിയുടെ സൗണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി. അപ്പൊ അതോടൊപ്പം അത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും, ആരാന്ന് പിടുത്തം കിട്ടുന്നില്ല. പിന്നീട് നോക്കുമ്പോഴാണ് പുതിയൊരു സിംഗറെ പോലെ ഒരാളെ കാണുന്നത്. അതെ, ഇവിടെയാണ് കൂടുതൽ ഇരുന്നിട്ടുള്ളത്, അതായത് അപ്പുറത്ത് ഇരുന്നിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന മൈക്ക് പോയിന്റിൽ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിൽ പോലും സിനിമയായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പോലും ഒരു ചില്ലുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, ടെക്നീഷ്യൻസ് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ പ്രതികരിച്ചിട്ടിരിക്കുന്ന ചാനലിൻ്റെ ആങ്കർ ആയിട്ടാണ്. അപ്പോൾ നമുക്കൊരു സംസാരിക്കുന്ന സിനിമയാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന കൊതിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ചില്ലുണ്ട്. ഈ ചില്ല് ബ്രേക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു എത്തിക്സ്. കാരണം നമ്മളൊരു ആങ്കർ ആയിട്ട് വന്നിരിക്കുന്ന സമയത്ത് അടുത്തൊരു സിനിമയ്ക്ക് ചാൻസ് ചോദിക്കുക, അല്ലെങ്കിൽ ഇനി വരുന്ന കാര്യങ്ങൾ വരുമോ, അതിനൊരു പരിമിതിയുണ്ട്. അവിവാഹിതനായി തുടരുന്നു, അത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടില് അത് വലിയൊരു ഇതാണ്. അവന് ഇത്രയും വർഷങ്ങളായി വിവാഹമെന്ന ചിന്തയില്ല, ഇനി വേറെ വല്ല പ്രണയക്കുരുക്കിലങ്ങാനും പെട്ടിട്ടുണ്ടോ, അതുകൊണ്ട് അവിടെ വാക്ക് കൊടുത്തിട്ടാണോ ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് ദുശീലങ്ങളൊന്നുമില്ല, ദുശീലങ്ങളുള്ള നമ്മുടെയൊക്കെ ടീമിലൊന്നും വരാറില്ല. ഉണ്ടെങ്കിൽ തന്നെ വരാറുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും അങ്ങനെ അഡിക്റ്റ് അല്ല. അപ്പം ഇത്രയും എന്താ പറയുക, വിശ്വാമിത്രനെ പോലെ തപസ്സിളക്കാതെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി, സിനിമ എന്ന സ്വപ്നത്തിന് വേണ്ടി, അല്ലെങ്കിൽ മീഡിയയിൽ കൃത്യമായിട്ടൊരു പൊസിഷൻ വേണമെന്ന ലക്ഷ്യത്തിന് വേണ്ടി മറ്റ് നൈമിഷികമായ പല സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു പോക്ക് ഓരോ വെള്ളിയാഴ്ചയും ഒരു പുതിയ താരത്തിൻ്റെ തലവര മാറുന്ന ഒരു ദിവസം കൂടിയാണ്. അങ്ങനെയുള്ള മറ്റൊരു വെള്ളിയാഴ്ച ഇന്ന് പിറന്നു വീണ് കഴിഞ്ഞു. ഒരുപാട് കാലം സോഷ്യൽ മീഡിയയിൽ അവതാരകനായിട്ടുള്ള ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. സ്വാഗതം ശ്രീ റോഹൻ ലോന. നമസ്കാരം, താങ്ക് യു. റോഹൻ ലോനയുടെയും ടീമിൻ്റെയും തനിനിറം അങ്ങനെ പുറത്തായി കഴിഞ്ഞു. തനിനിറം എന്ന സിനിമ റിലീസായി. മറ്റൊരു വെള്ളിയാഴ്ച മറ്റൊരു നൂൺ ഷോ അല്ലെങ്കിൽ മോർണിംഗ് ഷോ, ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞു. റെസ്പോൺസൊക്കെ വലിയ കുഴപ്പമില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ തനിനിറത്തിലേക്ക് എത്തിയതും? ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരിക്കും തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കുണ്ടൊരു വെള്ളിയാഴ്ച ഇതിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നു റിലീസിന് അപ്പുറത്തേക്ക്, ഇതിൻ്റെ വിജയപരാജയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു സിനിമ, ആ സിനിമയുടെ ഭാഗമാവുക എന്നുള്ളതാണ് ഈ വെള്ളിയാഴ്ച കണ്ട സ്വപ്നത്തിൽ തുടങ്ങി വെച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ നമുക്ക് ഈ തനിനിറത്തിലോട്ട് വന്നിട്ട് അതിൻ്റെ ഒരു വർഷമായിരിക്കും ചിലപ്പോൾ യാത്ര, പക്ഷെ ആ ഒരു വർഷത്തിലേക്ക് എത്താനുള്ള യാത്രയ്ക്ക് വർഷങ്ങൾക്ക് കുറച്ച് പഴക്കമുണ്ട് എന്നുള്ളതാണ്. തനിനിറത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തിയേറ്റർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാസ്റ്റിംഗ് ഡയറക്ടർ അരുണേട്ടനാണ് ആ മൂവിക്ക് വേണ്ടി വിളിച്ചത്. അതിലേക്ക് വിളിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെറിയ വേഷമാണ്, 2 ദിവസം ഷൂട്ട് ഉണ്ടാവുള്ളൂ, അത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല, പ്രശ്നമില്ല, എത്താം. അപ്പം സിനിമയുടെ ഭാഗമാവാന്നുള്ള ചിന്തയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഭയങ്കര സെലക്റ്റീവ് ആവാൻ നമ്മൾ കാലം കയറി കാലിയിട്ട് ചിരിക്കാൻ തുടങ്ങിയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ആ സിനിമയുടെ ഭാഗമായി. ആ സിനിമ കഴിഞ്ഞിട്ട് തനിനിറത്തിൻ്റെ കാസ്റ്റിംഗ് തുടങ്ങുന്ന സമയത്താണ് 1-2 പേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വിളിക്കുന്നത്, ഇങ്ങനൊരാൾ വേണം, നോക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഇങ്ങനൊരു ക്യാരക്ടർ പറഞ്ഞ സമയത്ത് റോഹൻ്റെ ഫേസാണ് വന്നത്. പക്ഷെ അതുകൊണ്ട് നോക്കുന്നേ ഉള്ളൂ, ഫോട്ടോസ് എനിക്ക് വേണം, അത് കഴിഞ്ഞിട്ട് വിളിപ്പിക്കും, ട്രിവാൻഡ്രം വരെ വരണം, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം, ഓഡിഷനും കാര്യങ്ങൾ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഫോട്ടോസ് കാര്യങ്ങൾ അയച്ചു. 2 രീതിയിലേക്കുള്ള ലുക്കാണ് പറഞ്ഞ, ഒരു ബിയേർഡ്, ഒരു ട്രിംഡ് വേർഷൻ, ക്ലീൻ ഷേവ് രീതിയിലേക്ക്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സിനിമയിൽ തന്നെ ലുക്ക് മാറ്റം കിട്ടുമോ എന്നുള്ളതിൻ്റെ ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അയച്ചു കൊടുത്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ സമയത്ത് വിളിപ്പിച്ചു, എൻ്റെ ഡയറക്ടറും റൈറ്ററും വിളിപ്പിച്ചു. രതീഷ് ചേട്ടനാണ് മധുസാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന ആളാണ്. പക്ഷേ രതീഷ് ചേട്ടൻ്റെ 3ാമത്തെ പടമാണ് 100 ഡേയിലും ഗുഡ് ബാഡ് അഗ്ലിക്ക് ശേഷം. റൈറ്റർ അംബിക കണ്ണൻ എന്നുണ്ട്. അപ്പോൾ 2 പേര് വിളിപ്പിച്ചു, ട്രിവാൻഡ്രത്ത് വെച്ച് നോക്കി. അപ്പോൾ അവർക്ക് അങ്ങനെ ഓക്കെ ആയി. അങ്ങനെ അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ സിനിമയ്ക്ക് കഴിഞ്ഞു, എൻ്റെ കാസ്റ്റിങ്ങും അല്ലെങ്കിൽ ഓഡീഷനും പരിപാടികൾ കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചൊരു സമയം എടുത്തിട്ടാകും പോവുക. പക്ഷേ ആയപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. 1 മാസത്തിനുള്ളിൽ ബാക്കി, കാരണം ഇത് പ്രൊജക്റ്റ് ഓണായിരുന്നു, പ്രീ പ്രൊഡക്ഷൻ വർക്കിലായിരുന്നു. ഇതിൻ്റെ ഒരുവിധം കാസ്റ്റിങ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 2-3 കാസ്റ്റിങ്ങിൽ മാത്രം നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ സിനിമയുടെ ഭാഗമായി. പിന്നെ നമുക്ക് സ്ക്രിപ്റ്റ് കാര്യങ്ങൾ അയച്ചപ്പോൾ നമുക്കതിൻ്റെ ഒരു അനുമാനവും ചിത്രമാണ്, അതിലൊരു ത്രൂ ഔട്ട് വേഷം നിൽക്കുന്നു, നമുക്കൊരു ലീഡ് പരിപാടി കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ
അത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ആ വെള്ളിയാഴ്ച കുറച്ചുകൂടെ ഒരു ഇരട്ടി മധുരം കിട്ടി എന്ന് പറയാം. ആൻഡ് ഫൈനലി അത് തിയേറ്ററിലെത്തി ആളുകളിലേക്ക് എത്തുന്നു. സിനിമയെക്കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വേഷത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സന്തോഷത്തിൻ്റെ ഒരു അതെ, ഭയങ്കരമായിട്ട് അതിൻ്റെ ലഹരി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ സിനിമ എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് അനൗൺസ് ചെയ്ത് ഒരുപാട് നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതൊന്ന് ഓണാവുക. അത് ഓണായിട്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ സംഭവിക്കും. അതായത് ചിലപ്പോൾ ഫണ്ടിൻ്റെ പ്രോബ്ലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം, പല ഷെഡ്യൂളുകളായിട്ടൊക്കെ മാറും. പക്ഷേ തനിനിറത്തെ സംബന്ധിച്ച് അത് അനൗൺസ് ചെയ്തു, പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തു, കൃത്യമായിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിലൊക്കെ എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാ മീഡിയയിലും വരുന്നു. കൃത്യമായിട്ട് അതിനൊരു റിലീസ് ഡേറ്റ് വരുന്നു, ആ പറഞ്ഞ ഡേറ്റിൽ അത് റിലീസാവുന്നു. അപ്പോൾ അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രൂവിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വളരെ വലുതാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു വർഷമായി കൃത്യമായിട്ട് തുടങ്ങിയത്. കഴിഞ്ഞ മാർച്ചിൽ തുടങ്ങി വെച്ചതാണ്. അതിപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷം പൂർത്തീകരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 3 സ്കെഡ്യൂളായിട്ടാണ് ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നത് പലയിടങ്ങളിലായിട്ട്. അപ്പം നമുക്ക് എപ്പോഴും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് കിട്ടി, അവസരം കിട്ടി. ഈ സിനിമയുടെ ഭാഗമാകുന്ന സമയത്ത് എക്സൈറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ ഒരു ടെൻഷനാണ് ഭയങ്കരമായിട്ട് കയറി വരുന്നത്. നമ്മളെ കാസ്റ്റ് ചെയ്തു, നമ്മളൊരു വിശ്വാസം ഉണ്ടായി, ഈ വേഷം എത്രത്തോളം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളൊരു വിഷയം ഉണ്ടായിരിക്കും. ഇവരെ കണ്ടൊരു മീറ്ററിലോട്ട് നമ്മൾ എത്രത്തോളം എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതുണ്ടായിരിക്കും. അതിൻ്റെ ഇവരുടെ റിയാക്ഷൻ വരുന്നത് എങ്ങനെയായിരിക്കും. കാരണം നമ്മൾ അതിന് മുമ്പൊരു വർക്ക്ഷോപ്പോ ക്യാമ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ ചെയ്യുന്ന നേരെ സെറ്റിലോട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷത്തിന് മുമ്പ് ഒരു വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള പ്ലാനിലാണ് ഇരുന്നിരുന്നത്. പിന്നെ ചിത്രത്തിൻ്റെ പ്രമേയം പോലെ തന്നെ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പാണ്. അപ്പോൾ നമ്മൾ വന്ന് പെടുന്ന തന്നെ ഒരു ക്യാമ്പാണ്. വരുന്ന ആർട്ടിസ്റ്റുകളിൽ സീനിയർ ആർട്ടിസ്റ്റ് ഇപ്പോൾ അനുവേട്ടൻ, അല്ലെങ്കിൽ രമേഷ് പിഷാരടി, നോവിച്ചേട്ടൻ, തങ്കച്ചേട്ടൻ. അപ്പോൾ സീനിയർ ആർട്ടിസ്റ്റ് ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മൾ വരുന്നത് ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ വലിയ ക്രൂ, കുറേ പേര് പുതുമുഖങ്ങളാണ്. അപ്പോൾ നമുക്ക് വരുന്ന എല്ലാ അക്ഷരാർത്ഥത്തിലെ എല്ലാ രീതിയിലേക്കും ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പാണ്. അപ്പോൾ അവിടെ വന്ന് വിട്ട് ഇത് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, അപ്പുറത്തിരിക്കുന്ന ആളെ ലിങ്ക് ആവേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി നമ്മൾ ഈസി ആക്കുന്നത് ഈ പറഞ്ഞ മാതിരി ക്രൂ ആണ്. നമുക്ക് ഏറ്റവും വലിയ അനുകൂലം എന്ന് പറഞ്ഞാൽ രണ്ടും ഉണ്ട്. ഇപ്പോൾ സീനിയേഴ്സിൻ്റെ ഇപ്പോൾ ഡയറക്ടറും റൈറ്ററും ഉൾപ്പെടെയുള്ള അവർ കുറച്ച് സീനിയേഴ്സ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് AD ടീമും നമ്മുടെ ഗ്യാങ്ങിലുള്ള കുറച്ച് പേരായിരുന്നു. അപ്പോൾ ഇവരാണ് കുറച്ചുകൂടി ഈസി ആക്കിയത്. കാരണം ഇവിടുന്ന് അവിടെ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മളിലേക്ക് കുറച്ചുകൂടി അത് ഭയങ്കരമായിട്ട് ഈസി ആക്കിയിട്ട് തന്നു എന്നുള്ളത്. അപ്പോൾ AD ആണെങ്കിലും സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആണെങ്കിലും അപ്പോൾ അത് കുറച്ചുകൂടി ഈസി ആക്കിയിട്ടുണ്ട് രണ്ട് സെക്ഷനെയും. പിന്നെ നമുക്ക് അടുത്ത പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇട്ടു ഈ ആർട്ടിസ്റ്റൊപ്പം തുടക്കം തന്നെ കിട്ടുന്ന സീൻ വെക്കുന്നത് അനുവേൻ്റെ ഒപ്പമാണ്. അപ്പോൾ അനുവ ഇത്ര ഡയറക്ടറും റൈറ്ററും ആക്ടറും ഒക്കെ ആയിട്ട് സിനിമയുടെ സമസ്ത മേഖലയിലും കൈവച്ച മേഖലയിലൊക്കെ മുദ്ര പതിപ്പിച്ച ഒരാൾ. അതെ, എൻസൈക്ലോപീഡിയ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത്, അപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് ആളവിടെ വന്നു ഒറ്റയടിക്ക് ഡയലോഗ് പറഞ്ഞു. ഡയലോഗ് തെറ്റുമോ എന്നുള്ളൊരു പേടി വരണം, നമുക്കിത് എങ്ങനെ പ്രൊഫൈൽ വെക്കുന്നു എന്നുള്ളത് നോക്കണം, ഇതിനെല്ലാത്തിനേക്കാളും ഉപരി ഡയലോഗിനൊപ്പം നമ്മുടെ റിയാക്ഷൻ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ കൂടിയും പ്രശ്നമാണ് എന്നുള്ള ചിന്തയാണ് നമ്മൾ കൂടുതൽ അലട്ടുന്നത്. പക്ഷെ അത് അവിടെ ഒരു ആക്ടറിന് അപ്പുറത്തേക്ക് ഒരു ഡയറക്ടർ കൂടെ ഉദിക്കുന്നു, നമുക്കൊപ്പം നിൽക്കുന്നു, നമുക്ക് സെറ്റിൽ വെച്ചല്ലാതെ നമ്മളടുത്ത് പറയുന്നത് ഇങ്ങനെയാണ് കുറച്ചുകൂടെ നല്ലതാണെന്ന് പറയുന്നു. അപ്പോൾ എവിടേക്കോ നമ്മുടെ ഉരുകാണ് അപ്പുറത്തിലേക്ക്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ടെക്നീഷ്യൻസ് ഉൾപ്പെടെ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടുന്ന പുതുമുഖങ്ങളെല്ലാവരെയും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. അത് കുറച്ചുകൂടി ഈസി ആക്കിയിട്ടുണ്ട്. നമ്മൾ വെച്ചാൽ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ആദ്യം പറയും നമ്മൾ തുടക്കത്തിൽ കിട്ടുന്ന ചെറുതിൽ പോകാനും കുഴപ്പമില്ല, സിനിമയുടെ ഫസ്റ്റ് ഡേ തന്നെ കിട്ടിയത് ഏറ്റവും വലുതില്ല. അപ്പം നമുക്ക് കുറച്ചും കൂടി അത് പ്രയാസം കുറച്ച് കട്ടിയിൽ കിട്ടിയോണ്ട് പിന്നീട് അവിടെ നിന്ന് കുറച്ചുകൂടെ സ്മൂത്തായിരുന്നു എന്ന് പറയാം. നമ്മളിപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ, ഇപ്പോൾ റോഹനാണെങ്കിലും ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ വർഷങ്ങളായി ചെയ്യുന്നുണ്ട്. പക്ഷേ ബിഗ് സ്ക്രീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലൈറ്റിംഗ് പാറ്റേണും അതിൻ്റെ ഒരു ക്രൂവിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിലൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഈ അനൂപ് മേനോനാണെങ്കിലും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളൊരു വലിയ സംവിധായകൻ, എഴുത്തുകാരൻ, നടൻ. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ സീനിൽ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒപ്പം ഒരു സീൻ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ അനുവേട്ടൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ ആ ടേക്കിൻ്റെ സമയത്ത് എല്ലാവരും കേൾക്കരുത്, നമ്മളെടുത്ത് സംസാരിക്കാം, ഈ ഒരു കാര്യത്തെ നിർദ്ദേശിക്കാം. ഒരു സീനിയർ ആക്ടർക്കോ ആർട്ടിസ്റ്റിനോ ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ഷോ കാണിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് അവസരമാണ് ആ സമയം. മാത്രമല്ല നമ്മൾ ടേക്ക് പോകുന്നതിന് മുന്നേ ചിലപ്പോൾ അവർ കൈന്നിടാൻ ഉദ്ദേശിച്ചൊരു സാധനം അത് റിഹേഴ്സലിനിടാതെ ടേക്കിലിടുമ്പോൾ നമ്മളൊന്ന് പകച്ചു പോകും. ഇത് ഇങ്ങനെ ഇപ്പോൾ ഒരു ഡയലോഗോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ഷനോ നമ്മൾ റിഹേഴ്സലില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിയാക്ഷൻ കൂടി വരണ്ടേ. അപ്പോൾ റിയാക്ഷൻ ഇടാൻ പറ്റാതെ നമ്മൾ പകയ്ക്കും.
അപ്പൊ അങ്ങനെ നമ്മളെ ചില ടീസിങ് പരിപാടികളൊക്കെ പലരും ചെയ്യാറുണ്ട്. ഇത് മുമ്പ് തന്നെ ഇടുന്ന നമ്പറുകൾ കുറിച്ച് ജയചേട്ടൻ സംസാരിച്ചത് സായികുമാർ പറഞ്ഞിട്ടുണ്ട് ഉള്ള കാര്യം. അപ്പം ഇതേപോലെ നമ്മളിത് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലരും നമ്മുടെ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ആങ്കർ സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതാ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചുള്ള കളിയാണ്. അപ്പോൾ ഇവർക്ക് പല നമ്പറുകളും ഇടാം, ഇവർക്കത് ആ സ്പോട്ടിലിടാം. അതാ ഞാൻ പറഞ്ഞത്, ഇത് താരത്തിനൊപ്പം ആളാവാൻ പറ്റുന്ന ഒക്കെ അവസരമാണ്. നമുക്ക് കോളേജിൽ വരുന്ന അവസ്ഥ ഞാൻ തന്നെ പറഞ്ഞു നിന്ന്, ജാനകി യൂണിവേഴ്സിറ്റിയിലേക്ക് ഫസ്റ്റ് ക്ലാസ് അഡ്മിഷൻ കിട്ടിയ അവസ്ഥയാണ് എന്നുള്ളത്. അത് അപ്പോൾ ആ രീതിയിൽ വരുന്ന സമയത്താണെങ്കിലും അവരതിന് അപ്പുറത്തൊരു വശമാണ് നമുക്ക് കാണിച്ചു തരണേ. ഒരു ടേക്ക് കഴിഞ്ഞ് ചിലപ്പോൾ ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയുകയാണ്, നമ്മളിടുന്നത് ചിലപ്പോൾ ഒരു മോണിറ്റർ കണ്ടിട്ടോ അവിടുത്തെ ഫീഡ്ബാക്കിൽ കണ്ടിട്ടോ ആയിരിക്കും നമ്മളടുത്ത സീനിലോട്ട് ചെയ്യണേ. നമ്മുടെ സ്ക്രീൻ ബിഗ് സ്ക്രീനിലാണ് മനസ്സ് കാണണ്ടേ, നമുക്ക് ആ വലുപ്പത്തിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഈ വലുപ്പത്തിലുള്ള കണ്ടിട്ട് ഫേസിലിട്ട് കഴിഞ്ഞാൽ അവിടെ വരുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറയുന്ന കണക്കൂട്ടുള്ള കാര്യങ്ങൾ, നമ്മളെങ്ങനെ ലൊക്കേഷനിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഏറ്റവും രസകരമായ കാര്യം അനുവേനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അടുത്തൊരു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സിനിമയുടെ ലൊക്കേഷനിൽ നമുക്ക് തരുന്നത് അടുത്ത സിനിമയ്ക്കുള്ള ഓഡീഷനായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള എഴുത്തിൽ നമുക്ക് ഡയലോഗ് തരുന്നു, ഇതൊരു ഓഡീഷനായി നടത്തുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടനായിട്ടുള്ള പ്രൊജക്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നടക്കുന്നത് ഇതിനിടയ്ക്ക് ഓഡീഷൻ. അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്കുള്ള എന്താണ് ട്യൂഷൻ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. നമുക്കതിനപ്പുറത്തേക്ക് അതാ ഞാൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് പലപ്പോഴും നമുക്കാണോ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ചോദിക്കും. ശരിക്കും ബുദ്ധിമുട്ടേണ്ടത് നമ്മളല്ല, അവരാണ്. കാരണം അവർ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള അനായാസതയുണ്ട്. ഭയങ്കര അനായാസമായിട്ട് ചെയ്യുന്നത് ഈ വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടിയതാണ്. നമ്മൾ ചെയ്യുന്നത് തുടക്കക്കാരനാണ്. അപ്പം നമുക്ക് ഈ എക്സ്പീരിയൻസും ഭയങ്കര അനായാസമായിട്ട് ചെയ്യാനും പറ്റില്ല. നമ്മളെ പിടിച്ചു കൊടുന്നിട്ട് എന്താ പറയുക, കോളറിൽ പിടിക്കാൻ ഇവർക്ക് പറ്റുള്ളൂ, നമുക്കൊപ്പം പിടിക്കൽ നടക്കില്ല. അപ്പോൾ അത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവുന്നത് സീനിയർ ആർട്ടിസ്റ്റുകൾക്കാണ്, അനുവായിട്ട് ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകൾക്കാണ് ഇത് ബുദ്ധിമുട്ട് വരുന്നത്. അവരത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ സഹിക്കുകയും ക്ഷമിക്കുകയും നമ്മളെ വഞ്ചിന്ന് വീഴുമ്പോൾ പേറ്റി പിടിച്ച് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി ചെയ്യുന്നതുകൊണ്ടായിരുന്നു കുറേ അധികം ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പകയ്ക്കും ഭംഗിയായിട്ടും കയ്യിൽ നിന്ന് കൂടി പോകുന്ന അവസ്ഥയായിരിക്കും. അതില്ലാതെ നോക്കിയിട്ടുണ്ട് ഭംഗിയായിട്ട്. ഈ സിനിമയിൽ ഡബ്ബിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ കലയാണ്. ഇപ്പോൾ പഴയ സിനിമയിലാണെങ്കിൽ പുതിയൊരാളൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഡബ്ബിങ് ആൾക്ക് കൊടുക്കില്ല. കാരണം അതിൻ്റെ ഒരു റിസ്ക് വേറെയാണ്. കാരണം അത്രയും റിസ്ക് എടുത്തിട്ട് ചിലപ്പോൾ അതിനുള്ളൊരു ഗുണം കിട്ടില്ല എന്നാണ് പഴയ തലമുറയിലുള്ളവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വിനീത് ഇപ്പോൾ വലിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഒരു സമയത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ വിനീത് ഡബ്ബ് ചെയ്യുന്നതിന് പകരം കൃഷ്ണേന്ദ്രനാണ് ഡബ്ബ് ചെയ്തിരുന്നത്. ചാക്കോച്ചൻ്റെ അവസ്ഥ വ്യത്യസ്തമല്ല. അപ്പോൾ ഡബ്ബിംഗ് എന്ന് പറഞ്ഞൊരു കലാരൂപം, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഷോർട്ട് ഫിലിമുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയിലെ ഇത്രയും വലിയ മഹാന്മാർ ഡബ്ബ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീറ്ററൊക്കെ കണ്ട് നമ്മൾ ആ ഡബ്ബിംഗ് മൈക്കിന് മുന്നിൽ നിൽക്കുന്നതിന് പകരം ഇത് സിങ് സൗണ്ട് ആയിരുന്നു. ഇപ്പോൾ അല്ല, ഡബ്ബിംഗ് ആയിരുന്നു. അപ്പോൾ ഡബ്ബിംഗ് ഇപ്പോൾ സിങ് സൗണ്ട് വളരെ എളുപ്പമാണെന്ന് പറയുന്നവരുണ്ട്, എന്നാൽ കുറേ പേർക്ക് ഡബ്ബിംഗ് ആണ് എളുപ്പം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ രോഹനെ സംബന്ധിച്ച് ഒരു ന്യൂ കമ്മർ എന്നുള്ള രീതിയിൽ ഇതിലേതാണ് എളുപ്പം? അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ സിനിമയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഡബ്ബിംഗ് എവിടെയൊക്കെയോ നെറേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡ്രാമയുടെ ഭാഗമായിട്ടോ ആഡിന് വേണ്ടിയിട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് ഇങ്ങനെയാണ് അതിൻ്റെ വോയിസ് മോഡുലേഷൻ എന്നുള്ള രീതിയിലേക്ക് നമുക്കത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ കോൺഫിഡൻസ് കൊണ്ടിട്ടാണ് കൈവച്ച് പോകുന്നത്. ഇതെവിടെയാണ് ഇത് പാളിപ്പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് നമുക്കതിൻ്റെ പൈലറ്റ് ഓഡിയോ കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നതിൽ എങ്ങനെയാണ് സീനിൽ പോകുന്നതിൻ്റെ ഒരു ഓഡിയോന് ധാരണ കിട്ടും. പക്ഷെ നമുക്കത് ഇവിടെ വെച്ച് ഡബ് ചെയ്യുന്ന സമയത്ത് ഇത് പിടിച്ചെടുക്കാൻ കുറച്ച് പാടായിരുന്നു. മീറ്റർ കിട്ടാൻ പാടായിരുന്നു. നമ്മൾ തന്നെ കൊടുത്ത ശബ്ദത്തെ തിരിച്ച് ഡബ്ബിംഗ് സ്റ്റുഡിയോയിലോട്ട് വരുന്ന സമയത്ത് എവിടേക്കോ അത് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു സമയം ചിന്തിച്ചിട്ടുണ്ട് എവിടേക്കോ സിങ് സൗണ്ട് പോവുകയാണെങ്കിൽ നല്ലത് എന്നുള്ളത്. പക്ഷേ സിങ് സൗണ്ട് പോകുമ്പോഴും അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് ഈ ഡയലോഗിൽ നിന്നുള്ള രീതിയിലേക്ക് കല്ലേടി വരാതെ മറ്റൊരാൾ പറഞ്ഞ ഡയലോഗിന് നമുക്ക് വരേണ്ട മറുപടികളിൽ അവിടെയും പ്രശ്നമില്ലാതെ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കണം. അവിടുത്തെ നോയ്സ് ആണെങ്കിലും നമ്മുടെ സാഹചര്യമാണെങ്കിലും ഈസി ആയിട്ട് ആ ടേക്ക് നടന്നു പോകില്ല എന്നുള്ള പ്രയാസങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചുകൂടി ചിന്തിക്കും, ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ സിങ് സൗണ്ട് ആയിരുന്നെങ്കിൽ നമുക്ക് ആ പൈലറ്റ് ഓഡിയോയിൽ നമ്മൾ എന്താണ് കേൾക്കുന്നത് ആ സംഭവം അവിടെ കിട്ടും. നമുക്കിത് കുറേ വർഷം കൊണ്ട് അഭിനയിച്ചെടുത്ത് സ്വായത്തമാക്കുന്നവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ശബ്ദം കൊടുക്കുന്നവർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നല്ലൊരു ആക്ടറും കൂടി ആണെന്ന് പറഞ്ഞ പോലെ ആ സമയത്ത് ചിന്തിച്ച് അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ആക്കിയെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ പോലെ പ്രയാസകരമായിരുന്നു ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ബിംഗ് എന്നുള്ളൊരു സ്റ്റേജ്. തനിനിറത്തിൻ്റെ സംവിധായകൻ രതീഷ് നെടുമങ്ങാട് അദ്ദേഹം ഒരു 1-2 സിനിമകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു
വലിയ ഡ്രീം ആയിരിക്കും. കാരണം പ്രത്യേകിച്ചും അദ്ദേഹം എടുക്കുന്ന വലിയൊരു ടാസ്ക് അല്ലെങ്കിൽ ഒരു സാഹസിക പ്രവൃത്തി കൂടിയാണ് ഒരു പുതിയ ആളെ നായകനാക്കി. അനൂപ് മേനോനെ പോലെയുള്ള താരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പുതിയ നടനെ നായകനാക്കി ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് ഒരു സംവിധായകനെ സംബന്ധിച്ചും വലിയൊരു റിസ്ക് തന്നെയാണ്. പക്ഷെ അദ്ദേഹം ആ റിസ്ക് ഏറ്റെടുക്കുന്നു, രോഹനെ നായകനാക്കുന്നു. അപ്പോൾ രതീഷ് നെടുമങ്ങാട് എന്ന സംവിധായകന്റെ ഒരു സപ്പോർട്ടും അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണ്? ഇതിലൊരു വരി കൂടി തിരുത്തി കുറിക്കേണ്ടിയിരിക്കുന്നു. ഇത് കംപ്ലീറ്റ്ലി അനുമേനോൻ ചിത്രമാണ്. ഇത് നായകൻ അനുമേനോൻ തന്നെയാണ്. പക്ഷെ മുമ്പ് മമ്മൂക്ക് പറഞ്ഞൊരു കാര്യം വേണമെങ്കിൽ എടുത്ത് പറയാന്ന് മാത്രം. ഇപ്പം അമ്മയുടെ സിനിമ ഇറങ്ങിയ സമയത്ത് മമ്മൂക്ക് നായകനായ ചിത്രത്തിൽ മമ്മൂക്ക് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇതിൽ പാട്ട് സീനൊക്കെ ഉള്ളത് അശോകനാണ്, സോ അശോകനാണ് സിനിമയിൽ നായകൻ എന്ന രീതിയിലേക്ക് ആണെങ്കിൽ മാത്രം ഞാൻ നായകനാണ്. അപ്പോൾ പക്ഷെ നമുക്ക് ഈ തുടക്കത്തിൽ കിട്ടിയ പോലെ തന്നെ ആദ്യം നമുക്ക് വെള്ളിയാഴ്ച നമ്മുടെ ഒരു പടം ഇറക്കാൻ പറ്റുന്നു, ആ പടത്തിൽ ഒരു ലീഡ് കിട്ടുന്നു, അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് സോങ് കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ട്. അതൊരു ബോണസ് ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ. അപ്പം അത് ആദ്യത്തെ ചിത്രത്തിൽ കിട്ടുന്നു. ഇത്രത്തോളം രണ്ട് സമയത്തിലൂടെ, രണ്ട് കാലഘട്ടത്തിലൂടെ പോകുന്നൊരു കഥയിൽ രണ്ട് രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നു. അപ്പോൾ അത് ഭയങ്കര അനുഭവമായിരുന്നു. അപ്പോൾ ഈ അഭിനയിക്കുന്നു, ഈ പാട്ടിൽ അഭിനയിക്കുന്നു, പാട്ട് നമ്മുടേതായിട്ട് വരുന്നു, അതിലൊരു റൊമാൻറ്റിക് സോങ് കിട്ടാൻ പറ്റുന്നു, അതൊരു വാലന്റൈൻസ് വീക്കിൽ ഇറക്കാൻ പറ്റുന്നു എന്നുള്ളതൊന്നും അതെ വലിയ ഇതായിട്ട് കിടക്കുന്നൊരു കാര്യം കൂടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പാട്ട് ആക്ച്വലി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുള്ള സോങ് കുറേ ചെയ്തിട്ടുള്ള അനുവേദന തന്നെയായിരുന്നു. അപ്പോൾ അതിൽ കുറേ അധികം നമുക്ക് ഇഷ്ടപ്പെടുത്തുന്ന മഴനീർ തുള്ളികൾ പോലുള്ള സോങ്ങുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള അനുവേട്ടൻ തന്നെ അതിൻ്റെ പിന്നിൽ കൂടെ ഒരു ഡയറക്ടറായിട്ട് കൂടെ നിൽക്കുകയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് പാട്ട് തരുന്ന കാര്യങ്ങളും നമുക്ക് ലിപ്സിംഗ് വരുന്നതും. ലിപ്സിംഗ് ചെയ്ത് ഒരു പാട്ടിൽ അഭിനയിക്കാൻ വലിയ ടാസ്ക്കാണ്, വലിയ അധികം ടാസ്ക്കാണ്. നമ്മളിവിടെ മോഹൻലാലും പ്രേം നസീറും ജയറാമും ദിലീപും തുടങ്ങി കുഞ്ചാക്കോപം വരെയുള്ള ഒരു തലമുറ ഇപ്പൊ കുറെ കൂടി കട്ട് ഷോട്ടുകളും പരിപാടികളാണ്. ലിപ്സിംഗ് ചെയ്തിട്ടുള്ള പാട്ടുകൾ ഇപ്പൊ എണ്ണം കുറവാണ്. പക്ഷെ ഇവര് ഇതിന് മുന്നേ ഒരു 10-15 വർഷം മുന്നേ ഇവരൊക്കെ ബാക്ക് ടു ബാക്ക് ഇത്തരം പാട്ടുകളാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ആ പാട്ടുകളും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വളരെ എളുപ്പമാണ്, വളരെ ഈസിയാണ്, ആരും നന്നായി പാടി വെച്ചൊരു സംഭവമാണല്ലോ, അതിന്റെ കൂടെ നമ്മളങ്ങ് ചേർന്ന് ഒഴുകിയാൽ മതി എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും ഇതിന്റെ പാട് മനസ്സിലാവുക. നമുക്ക് അതിന് കുറച്ചുകൂടെ അതിന്റെ സന്തോഷം കിട്ടുന്ന വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് പാടിയിട്ടുള്ളത് ഹരിശങ്കർ നിത്യമാമനാണ്. ഹരിശങ്കർ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സമയം കൂടിയാണ്. സംഗീതം നൽകിയിട്ടുള്ളത് രാജ്കുമാർ, അതാണ് വിനോദ്, രണ്ടുപേര് ചേർന്നിട്ടാണ്. അപ്പം നമുക്ക് കിട്ടുന്ന അവരേറ്റവും ഭംഗിയായിട്ട് പാടി വെച്ചൊരു സംഭവം. അതിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ രതീഷേട്ടനും അനുപേട്ടനും ഒരുമിച്ച് നിൽക്കുന്നു, ആ സോങ് കുറേ ചെയ്യുന്നു, നമുക്ക് കുറേ സോങ്ങുകൾ സമ്മാനിച്ച ഒരാൾ നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് നിർദ്ദേശിക്കുന്നു, നമുക്ക് ആ പാട്ടിന് ഇതേപോലെ ലിപ് സിങ് വരുന്നു. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വരികൾ തരും. അപ്പോൾ വരികൾ നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ എടുക്കുന്ന ടേക്ക് ചിലപ്പോൾ വേറെ ആയിരിക്കും. അപ്പോൾ ഈ പെട്ടെന്ന് ചിലപ്പോൾ ഇതാവില്ല വരിക. അപ്പോൾ ഈ ക്രൂ നിൽക്കുന്ന പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ അനുവേട്ടൻ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ലാലേട്ടനൊക്കെ എങ്ങനെ പാടുന്നത്, ലാലേട്ടൻ അവഗതി ചെയ്ത് ലാലേട്ടനാണ്. അപ്പോൾ പക്ഷെ നമുക്കത് എത്രത്തോളം നമ്മൾ ഇവിടെ ഇരുന്നിട്ടും അല്ലെങ്കിൽ ഒരു മൂവി ക്രൂ പറഞ്ഞിട്ട് നമുക്കറിയാം ഇത് എത്രത്തോളം പ്രയാസമുള്ളതാണെന്ന്. അതിനേക്കാൾ ഏറെ നമുക്കതിൽ നിന്നുകൊണ്ട് ശരിക്കും മനസ്സിലാവും ഒരു സോങ് എത്രത്തോളം നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അത് ശരിക്കും ഈ പറഞ്ഞവർ കുറച്ചുകൂടെ അനായാസാക്കുന്നവരാണ്. അപ്പോൾ ഈ സിനിമയിൽ 3 പാട്ടുകളുണ്ട്, അതിൽ 2 പാട്ടിലും രോഹനുണ്ട്. അതെ, 3 പാട്ടിലുണ്ട്, പക്ഷെ 2 പാട്ടാണ് നമ്മുടേതായിട്ടുള്ളത്. ഒരു പാട്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, രമേശ് ഏട്ടൻ സ്കോർ ചെയ്തോണ്ടിരിക്കുന്ന സോങ് ഐറ്റം ഡാൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐറ്റം ഡാൻസ് മലയാള സിനിമയിൽ അന്യം നിന്ന് പോയൊരു കലാരൂപം തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് അതിലാണെന്നുണ്ടെങ്കിൽ പോലും മുംബൈയിൽ നിന്നാണ് നമുക്ക് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു സെറ്റ്, ഐ മീൻ ഐറ്റം ഡാൻസ് എന്നുള്ള രീതിയിലേക്ക് അതിന്റെ ഒരു കീഴിലായിരുന്നു. അതിൽ കംപ്ലീറ്റ് സ്കോർ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് നല്ലൊരു വിരുന്നായിരിക്കും. അതെ അതെ അതെ, ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ ഐറ്റം ഡാൻസ് കുറച്ചുകൂടെ സജീവമായിട്ടുണ്ട് എന്നുള്ളത്. അതിൽ തന്നെ രമേശ് ചേട്ടനെ എനിക്ക് തോന്നുന്നു കാണാത്തൊരു വേർഷനിൽ കാണാൻ പറ്റി എന്നുള്ളത് കൂടിയുണ്ട്. രമേശ് പിഷാരടി എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ രോഹനെ സംബന്ധിച്ച് ഒരുപാട് ഇവന്റ്സിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇന്റർവ്യൂസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കോ ആക്ടർ എന്നുള്ള രീതിയിൽ രമേശ് പിഷാരടി എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? ശരി, രമേശ് ചേട്ടൻ്റെ ഗുണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം ഈ സ്റ്റേജ് ആർട്ടിസ്റ്റ് കൂടിയാണ്. രമേശ് ചേട്ടനിലുണ്ട് ഈ ഡയറക്ടർ അല്ലെ റൈറ്റർ പരിപാടിയൊക്കെ എടുക്കുന്നുണ്ട്. ഈ സ്പോർട്ട് ഇംപ്രൈസേഷൻ ആണ്. ഇപ്പൊ നമ്മളൊരു സീൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആ സമയത്ത് തന്നെയാണ് അപ്പൊ പറയുന്നുള്ളൂ, ഡയലോഗ് പറയുന്നുള്ളൂ. അത് വന്ന് എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പം കയ്യിൽ നിന്ന് ഇടുന്നത് ഒപ്പം തങ്കച്ചേട്ടനും കൂടിയാണ്. നേരത്തെ നമ്മൾ തുടങ്ങി വെച്ചൊരു കാര്യമുണ്ട്, ഒരു സംഭവം കയ്യിൽ നിന്ന് ഇട്ടാൽ ആ കയ്യിൽ നിന്നിട്ട് കുറച്ചുകൂടി വിജയിക്കുന്നത് അപ്പുറത്തൊരാൾ കൂടി അതിന്റെ മറുസാധനങ്ങൾ ഇടുമ്പോഴായിരിക്കും. അപ്പൊ ഇത് ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള രമേശ് ചേട്ടനും തങ്കച്ചേട്ടനും ഒരുമിച്ച് വരുന്നത്, അതിൻ്റെ ഒപ്പം നോബിച്ചേട്ടനും കൂടി വരുന്നു. അപ്പോൾ ഇവർ ഇടുന്നു, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നു, ഡയലോഗ് പറയുന്നു, പിന്നെ സ്പോട്ടിൽ ഇവരുടേതായിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, അത് വൈകിട്ടത്തെ ഒരു റൗണ്ട് ടേബിൾ സംഭവം ഉണ്ട്. ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോൾ അതിലൊരു വന്നിരിക്കുന്നൊരു ചെയറുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ആദ്യം പ്ലാൻ ചെയ്തതിൽ
അവിടെ ആ ചെയറിൽ വന്നിരിക്കാം, ആ ചെയർ ആ സ്പേസിന് അതിന് വേണ്ടി ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒറ്റ സെക്കൻഡിൽ രമേശ് ചേട്ടനിലെ സംവിധായകൻ ഉണർന്നു. അപ്പോൾ രമേശ് ചേട്ടൻ തന്നെ വന്ന് പറഞ്ഞു, അത് അതിനു വേണ്ടി വന്നിരിക്കുന്ന പോലെ അല്ലല്ലോ ആക്കേണ്ടിയിരിക്കുന്നത്, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ഞാനതിൽ എൻ്റെ ശൈലിയിൽ വന്ന് ഞാനത് മാറ്റിക്കോളാം എന്ന് പറഞ്ഞത്. കൃത്യമായിട്ട് അവിടെ നിന്നൊരു വേർഷൻ ഈ ക്യാമറോട്ട് വരുമ്പോൾ സംഭവിക്കുന്ന മാജിക് എന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ എനിക്കൊന്ന് ഇത് കുറേ കൂടി ഇത് പെർഫോമൻസിൽ ഗുണം ചെയ്യുന്നത് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിട്ട് കൂടിയാണ്. ലൈവായിട്ട് നിൽക്കുന്നു. അതായത് ഒരു ഷൂട്ടിൽ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ്, ഷൂട്ട് കഴിഞ്ഞു, ഇതിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞു, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഗ്രേഡിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് സ്ക്രീനിലാണ് നമുക്കിത് ആസ്വദിക്കാൻ പറ്റണേ. ഷൂട്ട് സമയത്ത് ഇവർ ചെയ്യുന്ന പെർഫോമൻസിനെ ഭയങ്കര റോ ആയിട്ട് നമുക്കിത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ ആർട്ടിസ്റ്റിൻ്റെ ഗുണമാണ്, സ്റ്റേജ് ആർട്ടിസ്റ്റിൻ്റെ ഗുണമാണ്, ഇത് വൺ മാൻ ഷോ ചെയ്തതിൻ്റെ ഗുണമാണ്, പെർഫോമറിൻ്റെ ഗുണമാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും, കണ്ടു നിൽക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം അങ്ങനെ കുറേ അവര് അതിന്റെ ഒരു ജസ്റ്റ് ഒരു ആക്ടറായിട്ട് മാറി നിൽക്കല്ല, അവരും കൂടി ആ ഒരു ഇതിന്റെ ഫാമിലിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഏത് കോൺട്രിബ്യൂഷൻ അവർ ഒരുക്കാണ്. അതായത് അവിടെ ചെരുക്കുന്ന ചേരുവകൾക്കൊക്കെ ഉപ്പായിട്ട് മാറാന്ന് പറയില്ലേ, അത് കൃത്യമായിട്ട് അളവിൽ അത് ഇട്ടിട്ട് അതിന്റെ കൂടെ നിർത്തുന്നത്, രുചി കൂട്ടുന്നത് ഇവരാണ് എന്ന് പറഞ്ഞ പോലെ അത് ഇവരുടെ എക്സ്പീരിയൻസിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ അത് സിനിമയുടെ ഉടനീളം ഉണ്ടായിരുന്നു. താരങ്ങൾ ഈ പറഞ്ഞ പോലെ രോഹനെ പോലെ കുറെ പുതുമുഖങ്ങളുണ്ട്. അതുപോലെ തന്നെ റൈറ്റർ ഒരു പുതിയ ആളാണ്, അംബിക കണ്ണൻ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ എഴുത്താണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ രചന ഇപ്പോൾ ഒരു ത്രില്ലറാണ്. ഒരു നോർമൽ ഒരു ചെറിയൊരു ജോണറിലുള്ള ഒരു സിനിമ എഴുതുന്ന പോലെയല്ല, ഒരു ത്രില്ലറാകുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഗ്രാഫും ഒരു വളവും ഒടിവും തിരിവും ഒരു കൺക്ലൂഷനൊക്കെ കൃത്യമായിട്ട് വരണം. ആ ഒരു എഴുത്തിൽ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ പല സ്ക്രിപ്റ്റുകളും ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആദ്യം എഴുതി, ഇനി ഇതിൽ തൊടുന്ന പ്രശ്നമില്ല, ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡോട് ഇരിക്കുന്നവരുണ്ട്. പക്ഷേ ചിലർ നമ്മുടെ ഒരു ലൊക്കേഷനിലെത്തുമ്പോൾ സംവിധായകൻ്റെയും അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അതുപോലെ സ്വീകരിക്കണമെന്നില്ല. പക്ഷേ ക്രിയേറ്റീവായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ഫ്ലെക്സിബിളായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു റൈറ്റിംഗ് എക്സ്പീരിയൻസ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു? കണ്ണശനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും മറ്റ് ജോണൽ പോലല്ല, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് പൊളിക്കാനുള്ള ത്വര ഭയങ്കരമായിട്ട് കൂടും. തിയേറ്ററിലിരുന്ന് എവിടെയാണ് ഇത് പൊളിഞ്ഞിട്ടുള്ളത്, ഇതിന്റെ ലോജിക് പ്രശ്നം, ഇത് ഇവിടെ എന്ത് ഇങ്ങനെ വന്നിട്ടുള്ളത്, എത്ര വലിയ സംവിധായകനാണെങ്കിലും പൊളിക്കാൻ നല്ല പോലെ, എത്ര വലിയ സംവിധായകനും റൈറ്റർ ആണെങ്കിൽ പോലും ഇത് പൊളിക്കാൻ എത്രത്തോളം അപ്പുറത്തെ വലിപ്പം കൂടുന്നു അതിനനുസരിച്ച് പൊളിക്കാനുള്ള ത്വര ഭയങ്കരമായിട്ട് കൂടും. അത് പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെങ്കിൽ കുറച്ചുകൂടെ അധികം ആയിട്ട് വരും. ബാക്കിയുള്ള ജോണർ പോലെ ലോജിക്ക് നോക്കാതെ ആസ്വദിക്കാനല്ല തയ്യാറാവുക. അപ്പോൾ ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ്, ഫസ്റ്റ് ചിത്രത്തിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് കുറേ വർഷമായിട്ട് സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു വെള്ളിയാഴ്ച സ്വപ്നം കാണുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ തരം തയ്യാറെടുപ്പുകളും ആ എഴുത്തിലുണ്ട്. ആ എഴുത്ത് ലോക്ക് ചെയ്തിട്ട് പിന്നീട് ഞാൻ പൊട്ടിക്കൽ ഇതേ ചെയ്യൂ എന്നുള്ള ചിന്തിച്ചിരിക്കുന്ന ആളുമല്ല. കൃത്യമായിട്ട് തിരുത്തലുകൾ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഭംഗിയായിട്ട് ഇത് നെറേറ്റ് ചെയ്യാനും ഇത് കൃത്യമായിട്ട് ആളുകളിലേക്ക് ഇത് പ്രസൻറ്റ് ചെയ്യാനും അറിയുന്ന ഒരാളാണ്. അതായത് ഇപ്പം അനുപേട്ടനോട് ഇത് കഥ പറയുന്ന രീതി ആവില്ല ഞങ്ങളോട് പറയാം, ഞങ്ങൾക്ക് കുറച്ചുകൂടി സ്പൂൺ ഫീഡിങ് വേണ്ടി വരും. അപ്പോൾ ആ രീതിയിലേക്ക് കുറച്ചുകൂടി അരച്ചിട്ടാണ് ഞങ്ങളെ ഊട്ടണേ, അവിടെ നേരെ ഉരുള കൊടുക്കണ പോലെയല്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അരയ്ക്കാൻ ആൾ തയ്യാറായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ ഉപരി കാണേണ്ട ഏറ്റവും വലുതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ധാരണ ഉണ്ടായിരുന്നു, സിനിമയ്ക്ക് മുമ്പ് പ്രൊജക്റ്റ് ഓൺ ആകുമ്പോൾ പ്രീ പ്രൊഡക്ഷനിലൊക്കെ റൈറ്റർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ പോസ്റ്റ് പ്രൊമോഷനിലോട്ട് വരുമ്പോൾ അധികം റോൾ ഉണ്ടാവില്ല. റിലീസിൻ്റെ അനുബന്ധിച്ചുള്ള വർക്കുകൾ വരുമ്പോൾ അവിടെ പ്രസൻസ് ഉണ്ടാവേണ്ടതില്ല. നമ്മൾ പ്രൊമോഷൻ പരിപാടികളൊന്നും റൈറ്റേഴ്സിന് കാണുന്നത് വളരെ കുറവാണ്. പുള്ളി വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ തുടക്കം മുതൽ ഒരു പക്ഷേ ഈ സിനിമയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചതും വർക്ക് ചെയ്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം അദ്ദേഹം ആയിരിക്കും എന്നുള്ളത്. കാരണം തുടക്കം മുതലേ ഉണ്ട്. ഞങ്ങൾ തന്നെ കളിയാക്കി പറയുന്നുണ്ട്, അവിടെ മുതൽ ടെക്നിക്കൽ വർക്ക് ആണെങ്കിലും റൈറ്റിങ്ങിലാണെന്നുണ്ടെങ്കിലും ബാക്കി അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളിലും പണികളിലാണെങ്കിലും റിലീസ് വരുമ്പോൾ തിയേറ്ററോട്ടിൽ കയറുമ്പോൾ വേണമെങ്കിൽ ടിക്കറ്റ് കയറാനും അവിടെ അദ്ദേഹം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ. അപ്പം എല്ലാ രീതിയിലേക്കും വേർപ്പൊഴുകുന്നൊരു മനുഷ്യൻ. അപ്പം അത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു വിഷൻ ഉണ്ടായിരുന്നു, ഈ സിനിമ ഇത്രത്തോളം പോകണം എന്നുള്ള രീതിയിലേക്ക്. അങ്ങനെ ഭംഗിയായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം കഴിയുമ്പോഴാണെങ്കിലും വരുന്നതാണെങ്കിലും എഴുത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. ആൾക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം കൂടിയാണ്. പിന്നെ ഈ സിനിമയിലെ ഒരു മ്യൂസിക്കിന്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഹിറ്റ് ഗാനം പാടിയ ജിത്തു ജോസഫിന്റെ സിനിമ വലതുവശത്തെ കള്ളൻ, അതിലെ ഹൃദയം ഇതെഴുതും കഥയിലെ വീട് വലിയ ഹിറ്റാണ്. എല്ലാവരുടെയും നാവിൻ തുമ്പിലുള്ള ഒരു പാട്ട് കൂടിയാണ്. ആ പാട്ട് പാടിയ ഒരു ഗായകനാണ് ഈ സിനിമയിലെ സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ലൊക്കേഷനിലേക്ക് വരാറുണ്ടായിരുന്നു? അത് തീർച്ചയായിട്ടും ആള് ലൊക്കേഷനിലുണ്ട്. അനുവേണ്ട ഒപ്പം കൂടെ അനുവേണ്ട വർക്കുകളിലൊക്കെ ഒരാളാണ്. അല്ല, വേറെ ആളാണ്.
ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗർ കൂടിയാണ്. ഞങ്ങൾക്ക് അപ്പോഴേ പാടി ഇതിൻ്റെ ഒരു മൂഡ് ആദ്യമേ തരുന്നുണ്ട്. ഒരു സോങ് ഒഫീഷ്യൽ തരുന്നേക്കാൾ മുമ്പ് പാടി തരുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ നമ്മുടെ സിനിമ ഇറങ്ങുന്നേക്കാൾ മുമ്പ് വലതുവശത്തെ കള്ളൻ ഇറങ്ങി അദ്ദേഹത്തിന്റെ ശബ്ദത്തെയാണ് ആദ്യം അംഗീകരിച്ചത്. പ്രത്യേകിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ അഭിനയിക്കുമ്പോൾ ലാലേട്ടൻ്റെ മമ്മൂക്കരൊപ്പം അഭിനയിക്കാൻ കിട്ടുന്ന ഭാഗ്യം പോലെ തന്നെയാണ് പാടി തുടങ്ങുന്ന സമയത്ത് ചിത്രേച്ചിയൊപ്പം പാടാൻ കിട്ടാന്ന് പറഞ്ഞത് അല്ലെ, ആ അളവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിരിക്കും. ഞാൻ തന്നെ ആ പാട്ട് ആദ്യം കേട്ടപ്പോൾ ചിത്ര ചേച്ചിയുടെ സൗണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പൊ അതോടൊപ്പം അത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും, ആരാന്ന് പിടുത്തം കിട്ടുന്നില്ല. പിന്നീട് നോക്കുമ്പോഴാണ് പുതിയൊരു സിംഗറെ പോലെ ഒരാളെ കാണുന്നത്. അതെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലും ആലാപനത്തിലും കഴിവ് തെളിച്ചു, സംഗീതത്തിൽ ഇതിൽ. അപ്പോൾ ഇതിന് മുമ്പ് വർക്ക് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇന്ന സോങ് അത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഈ റൊമാൻറ്റിക് ആണെന്നുണ്ടെങ്കിൽ തന്നെ, റൊമാൻസ് സോങ് ആണെന്നുണ്ടെങ്കിൽ തന്നെ രണ്ടുപേർ ചെയ്ത കാര്യങ്ങൾ ഹരിശങ്കറും നിത്യമാമനും. നമുക്ക് കോളേജ് സോങ് എന്നുള്ള രീതിയിലേക്ക് ചെയ്തത് സൈനോരയായിരുന്നു. അതേപോലെ തന്നെ ഐറ്റം സോങ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടിയത് പ്രണവ് ശശിയായിരുന്നു. അപ്പോൾ ആവേശം പോലെ സിനിമകളിൽ നമുക്ക് ഹിറ്റ് തന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഈ പാട്ട് ആരിലൂടെ പോകണം, ആരുടെ ശബ്ദത്തിലൂടെ ഒക്കെ കേൾക്കണം എന്നുള്ളൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ശശിയുടെ വോയിസ് ഒരു ഭയങ്കര ഐഡന്റിറ്റി ഉള്ള. അതെ 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 അതെ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക്, അത് മാത്രമല്ല നമുക്ക് കിട്ടുന്ന അവിടെ എന്താ പറയുക, ലൊക്കേഷൻ സമയത്ത് നമുക്കിത് പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഊർജ്ജമുണ്ട്. അത് ഇവരുടെ ശബ്ദത്തിന് കിട്ടുന്ന ഭയങ്കര ഗുണമാണ്, നമുക്ക് കിട്ടുന്നൊരു ഗുണമാണ്. പാട്ട് നന്നായിരിക്കുക, ആ പാട്ടിനൊപ്പം തന്നെ ബാക്കിയുള്ളവർക്ക് കൂടി അതിൻ്റെ ഒരു ഇമ്പം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഭയങ്കരമായിട്ടൊരു സ്കില്ലാണ്. അപ്പോൾ അത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. ആ ദീർഘവീക്ഷണം സംഗീത സംവിധായകങ്ങൾ കൂടി ഉണ്ടായതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിനൊരു നിർബന്ധിതനായിട്ടുണ്ട് ഇന്ന സിംഗേഴ്സ് എന്നെ പാടണം എന്നുള്ളത്. അത് ഈ പാട്ടിന് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഈ സിനിമയിലെ നായികയെ പറ്റിയിട്ട് കൂടുതൽ പറഞ്ഞിട്ടില്ല. നായികയും റോഹനെ പോലെ അധികം സിനിമകളിലൊന്നും ഇല്ല. നായിക പക്ഷെ തുടങ്ങി വെച്ചത് ആക്ച്വലി വർഷങ്ങൾക്ക് മുമ്പ് തണ്ണീർമാത്ത ദിനങ്ങളിലാണ്. ഇപ്പൊ ആ വിഷ്വൽസ് കുറെ കയറി വന്നിട്ടുണ്ട്. ഐ മീൻ അനശ്വരയുടെ ഒപ്പം ഉള്ള കോ ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്തതാണ്. അത് +2 ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു, അനഘ എന്നാണ് പേര്. പക്ഷെ അതിനുശേഷം പത്രോസിന്റെ പടപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ നായികയായിട്ട് ചെയ്യുന്നത് തെലുങ്ക് ചിത്രത്തിലായിരുന്നു, ലീലാ ഗോവിന്ദത്തിലായിരുന്നു. തെലുങ്ക് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് നമ്മുടെ മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ പ്രകമ്പനത്തിലെ ഗണപതിയിലൊക്കെ പേരായിട്ടുണ്ട്. അതെ, അപ്പോ അനഘ തൃശ്ശൂകാരിയാണ്. ഇതിൽ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ക്രൂ ട്രിവാൻഡ്രമാണ്. ഇതിന്റെ ആർട്ടിസ്റ്റുകളാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും ധനുഷ് പ്രൊഡക്ഷൻസ് ആണ്, മൗൻ സാറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ക്രൂ അവിടെയാണ്. ഇവിടുന്ന് വിട്ട് 2-3 പേരുള്ളൂ. അതിൽ 2 പേര് ഞങ്ങളാണ് തൃശ്ശൂർ. ബാക്കിയെല്ലാം ഒരു നമ്മള് സോകൾ പറയും ട്രിവാൻഡ്രം ലോബിയാണ്. ട്രിവാൻഡ്രം തൃശ്ശൂർ ഒരു കൊളാബ് വന്നിട്ടുണ്ട്. അതായത് തലസ്ഥാന നഗരിയും സാംസ്കാരിക തലസ്ഥാന നഗരിയും കൂടിയിട്ട് സമന്വയിക്കുന്ന പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ രോഹൻ കാത്തിരിക്കുന്നൊരു വെള്ളിയാഴ്ചയാണ്. അതുപോലെ തന്നെ രോഹന് ഇഷ്ടപ്പെടുന്ന, രോഹന്റെ സുഹൃത്ത് വലയത്തിലുള്ള എല്ലാവരും കാത്തിരിക്കുന്നു, വീട്ടിലുള്ളവർ കാത്തിരിക്കുന്നു. അപ്പൊ അവരുടെയൊക്കെ ഒരു ആഹ്ലാദം, അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? മിക്കവാറും പേരും ആദ്യത്തെ ഷോ തന്നെ, ആദ്യത്തെ നൂൺ ഷോ അല്ലെങ്കിൽ മോർണിംഗ് ഷോ ഉണ്ടെങ്കിൽ അത് തന്നെ പോയി കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ അതിന്റെ റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പടത്തിന്റെ. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഇഷ്ടം, സ്നേഹം ഒക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും വീട്ടിലെ സന്തോഷത്തിനേക്കാൾ ഉപരി വീട്ടിലധികം ഈ സിനിമയുടെ സ്വപ്നം കാണുകയോ ആ സ്വപ്നത്തെ കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു കുടുംബമൊന്നുമല്ല. അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ പെട്ട ഒരാളാണ്, മുമ്പാണ് ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ജെബിൻ ചേട്ടനായിട്ട്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് 8 years ago എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാപ്പ ഫ്രെയിംസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ ഒപ്പം കൂടി ചേർത്ത് വയ്ക്കുന്നു. ഒരു സിനിമയെ സ്നേഹിക്കുന്ന മൂവി ലവേഴ്സ് എന്നുള്ളൊരു കൂട്ടായ്മ പാപ്പ ഫ്രെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 8 വർഷം മുമ്പ് തുടങ്ങി വെച്ചിട്ടുള്ളൊരു സംഘടനയാണ് കഴിഞ്ഞ ദിവസം പാവർട്ടി, തൃശ്ശൂർ പാവർട്ടിയിൽ. അപ്പോൾ അതിൽ ഞങ്ങളുടെ ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ തലയാണ് മുമ്പിലിരുന്ന് സിനിമയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ സിനിമയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സിനിമയെ സ്വപ്നം കാണാൻ അല്ലെങ്കിൽ ചാനലിലോട്ട്, സാറ്റലൈറ്റിലോട്ട് വരുന്നത് ജെബിൻ ചാനലിലൂടെയൊക്കെയാണ്. അപ്പം അങ്ങനെ തുടങ്ങുന്ന ഒരാൾ മുമ്പ് തന്നെ ആദ്യ സിനിമയെ കുറിച്ചിട്ട് സംസാരിക്കാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. ജെബിൻ ചേട്ടൻ വിളിച്ചതിന് നന്ദി. അത് ഏറ്റവും ഒടുവിൽ അതിനെക്കുറിച്ച് നോട്ട് പറയാനിരുന്നാണ് അത് ഇടയ്ക്ക് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതല്ല, ഇതിൽ സത്യം പറയുകയാണെങ്കിൽ ഞാനിത് ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ പോലെ ഇരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആവേശം ഇത് കൂടുന്തോറും എന്റെ ശബ്ദം പക്ഷെ ശബ്ദം പോലെ പറയുന്നതും മനസ്സിലാവില്ല. ഇത് ആങ്കറും അല്ലെങ്കിൽ ഹോസ്റ്റ് ഗസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫോർമൽ സാധനമായിരിക്കും. പക്ഷെ ഇത് അതിന്റെ ആവശ്യം ഫോർമൽ സംഭവം അല്ലെങ്കിൽ എന്റെ ശബ്ദം ഒന്നും തിരിയില്ല.
ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ സ്പീഡ് കൂടി കഴിഞ്ഞാൽ ഒന്നാമത് തൃശ്ശൂർ സ്ലാങ് നന്നായി കയറും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നടൻ ലാലിന്റെ ശബ്ദം പോലെ ലാൽ സാർ കേൾക്കുന്ന സംഭവം വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് അപ്പൊ അതിന്റെ ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ ആ വെള്ളിയാഴ്ച അടക്കുന്ന 2 ദിവസം മുമ്പ് 8 years ago എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ മെമ്മറി വന്നു എന്നുള്ള ഫസ്റ്റ് മീറ്റിംഗിന്റെ സംഭവം. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും ഷോർട്ട് മൂവി ചെയ്യുമ്പോഴാണെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും ഇത് എപ്പോൾ സംഭവിക്കും അറിയില്ല. കാരണം വെച്ചാൽ നമുക്ക് ഈ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഒരു 100,000 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഉണ്ടെങ്കിൽ നടക്കുക എന്നുള്ള ഒരു ഇല്ല. നമ്മൾ കിട്ടുന്നതേ വലിയ കാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ത്രൂ ഔട്ട് വേഷം കിട്ടുന്നു. അപ്പോൾ അതിലേക്ക് ഇത്ര ഓപ്ഷൻസിൽ നമ്മളായിട്ട് എടുക്കുന്നു. നമ്മളെ എല്ലാം ആദ്യം നോക്കിയത് കുറേ ആർട്ടിസ്റ്റുകൾ നോക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് ശരിക്കും നൽകിയ പ്രചോദനം ശരിക്കും ആ സമയത്ത് ഈ കൂട്ടായ്മയാണ്. പപ്പ ഫ്രെയിംസ് പോലെ നമുക്ക് ഉണ്ടായിരുന്നൊരു മീഡിയ ക്ലബ് നൽകുന്നൊരു സപ്പോർട്ട്, സൗഹൃദങ്ങൾ വളരെ അപൂർവത വരുന്നുള്ളൂ. കാരണം അതിൽ കൂടുന്നതും അല്ലെങ്കിൽ ഫാമിലി എന്നാണെങ്കിൽ പോലും അവർക്കൊരു ഇതൊരു സേഫ് സോൺ ആണോ അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇതിന് തുടർച്ച ഉണ്ടാവോ എന്നുള്ള ഭയങ്കര പേടിയുണ്ട്. അവർ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ വീടുകളിലെ സന്തോഷം, ഇത് വീട്ടിലെ ചർച്ചകളിൽ സന്തോഷമാവുന്നത് തീരുമാനമാവുമ്പോഴാണ്. സിനിമയുടെ റിസൾട്ട് വന്നു തുടങ്ങുമ്പോൾ ലൊക്കേഷനുമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സന്തോഷം വരുന്നത്. അതുവരെ അവരുടെ ഒരു ആകുലത ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാതെ വയ്യ. പക്ഷെ അത് ആകുലത കുറേ കൂടി അവർ മാറാൻ സഹായിച്ചത് ഒരു 7-8 വർഷമായിട്ട് ചാനൽ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനായിരുന്നു കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാരണം ഇതിന്ന് കംപ്ലീറ്റ്ലി മാറി ചാനലിലോട്ട് വരുന്ന സമയത്ത് ഇത് എത്രത്തോളം ഇതിനൊരു ഇതുണ്ട്, സ്ഥിര വരുമാനം എന്നുള്ള രീതിയിലേക്ക് ഒരു സംശയം ഇവർക്കുണ്ട്. ആ വരുമാനം എത്രത്തോളം അക്കം ഇവർക്കുണ്ട് എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മാറി നമുക്ക് അവിടെ കൂടി കുറച്ചും കൂടെ നമ്മുടെ സ്പേസ്, നമ്മുടെ ഫേസ്, നമ്മുടെ സാന്നിധ്യം എത്രത്തോളം വാല്യൂ കൊടുക്കാൻ പറ്റും, അതിനുശേഷം ഇത് തിരിയുന്നത്. അപ്പം ആ ആകുലതയുടെ അല്ലെങ്കിൽ ആ ഒരു ഉത്കണ്ഠയുടെ ആക്കം കുറയ്ക്കാൻ സഹായിച്ചുള്ളത് ആങ്കർ എന്നുള്ള ഒരു പൊസിഷനായിരുന്നു. ഇവിടെയാണ് കൂടുതൽ ഇരുന്നിട്ടുള്ളത്, അതായത് അപ്പുറത്തിരുന്നിട്ട് സംസാരിച്ചിരുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന മൈക്ക് പോയിന്റിൽ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിൽ പോലും സിനിമയായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പോലും ഒരു ചില്ലുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, ടെക്നീഷ്യൻസ് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ പ്രതികരിച്ചിട്ടിരിക്കുന്ന ചാനലിൻ്റെ ആങ്കർ ആയിട്ടാണ്. അപ്പോൾ നമുക്കൊരു സംസാരിക്കുന്ന സിനിമയാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന കൊതിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ചില്ലുണ്ട്. ഈ ചില്ല് ബ്രേക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു എത്തിക്സ്. കാരണം നമ്മളൊരു ആങ്കർ ആയിട്ട് വന്നിരിക്കുന്ന സമയത്ത് അടുത്തൊരു സിനിമയ്ക്ക് ചാൻസ് ചോദിക്കുക അല്ലെങ്കിൽ ഇനി വരുന്ന കാര്യങ്ങൾ വരുമോ, അതിനൊരു പരിമിതിയുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സൗഹൃദങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അങ്ങനെ ചോദിക്കാറില്ല. അല്ലാതെ കാണുന്ന അവസരങ്ങളിലും മെസ്സേജുകളിലും കോൺടാക്ട് ഉണ്ടാക്കലും അവസരങ്ങൾ ചോദിക്കലും സോക്കോൾ തെണ്ടലൊക്കെ നടക്കുന്നത് അപ്പുറത്താണ്. പക്ഷെ നമുക്ക് ചാനലിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ചെയ്യുന്നത് എവിടേക്കും ഒരു ശരികേടും തോന്നുന്നുണ്ട്, അത് ചെയ്യാറില്ല. പക്ഷെ നമുക്ക് ഷോ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാവുന്ന കോൺടാക്റ്റിലാണെങ്കിൽ പോലും അഭിലാഷൻ ഉൾപ്പെടെ നമുക്ക് അടുത്തൊരു സിനിമയുടെ ഭാഗമായിട്ട് നീ ഉണ്ടാവും എന്നൊരു സംഭവമൊക്കെ നമുക്ക് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്നത് നമുക്കൊരു പ്ലസ് ബോണസാണ്. അപ്പം നമ്മളതിന് കുറേ ഗുണം ചെയ്തിട്ടുള്ളത് ഇത്തരം സംഘടനകളും കൂട്ടായ്മകളും സൗഹൃദങ്ങളും തന്നെയാണ്. അതിൽ പാപ്പ ഫ്രണ്ട്സിലെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മുടെ ടീമിന്റെ എല്ലാവിധ ആശംസകളും ഒന്നുകൂടി പടങ്ങള് തേടി വരട്ടെ. കാരണം റിലീസിന്റെ സമയത്താണെങ്കിൽ പോലും അംഗങ്ങൾ നൽകിയിട്ടുള്ള സപ്പോർട്ട്, പാപ്പ ഫ്രണ്ട്സ് നൽകിയ സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ അതുകൂടെ ഈ സമയം റോഹനെ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാം. നമ്മൾ പാപ്പ റൈൻസിന്റെ ഒരു സമയത്താണ് നമ്മൾ കണക്റ്റഡ് കുറേ കൂടെ അടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുറേയധികം കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ തമ്മിലുള്ളൊരു സൗഹൃദം വെച്ചിട്ട് പരസ്പരം പൊക്കി പറയുന്നതിനപ്പുറം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കുറേയൊക്കെ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ നടന്നിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു ഡെഡിക്കേഷൻ്റെ ഒന്നുമല്ല ചില കാര്യങ്ങളിൽ. കാരണം അവിവാഹിതനായി തുടരുന്നു. അത് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ അത് വലിയൊരു ഇതാണ്. അവന് ഇത്രയും വർഷങ്ങളായി വിവാഹമെന്ന ചിന്തയില്ല. ഇനി വേറെ വല്ല പ്രണയക്കുരുക്കിലങ്ങാനും പെട്ടിട്ടുണ്ടോ, അതുകൊണ്ട് അവിടെ വാക്ക് കൊടുത്തിട്ടാണോ ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് ദുശീലങ്ങളൊന്നുമില്ല. ദുശീലങ്ങളുള്ള നമ്മുടെയൊക്കെ ടീമിലൊന്നും വരാറില്ല. ഉണ്ടെങ്കിൽ തന്നെ വരാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും അങ്ങനെ അഡിക്റ്റ് അല്ല. അപ്പം ഇത്രയും എന്താ പറയുക, വിശ്വാമിത്രനെ പോലെ തപസ്സിളക്കാതെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി, സിനിമ എന്ന സ്വപ്നത്തിന് വേണ്ടി അല്ലെങ്കിൽ മീഡിയയിൽ കൃത്യമായിട്ടൊരു പൊസിഷൻ വേണമെന്ന ലക്ഷ്യത്തിന് വേണ്ടി മറ്റ് നൈമിഷികമായ പല സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു പോക്ക് അതെങ്ങനെ സാധ്യമാക്കി? ഒന്നാമത്തെ കേസ് നേരത്തെ പറഞ്ഞ പോലെ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു പ്രണയം ഉണ്ടായിട്ട് കാത്തിരിക്കാൻ പറഞ്ഞാണെന്ന്. ശരിക്കും അതിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. കാരണം പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ വിവാഹത്തിലേക്ക് പോയിട്ട് വരും. പ്രണയത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും കൃത്യമായിട്ട് ഒഴിവാക്കി വരുന്നു. കാരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വിവാഹത്തിൽ ലോക്കായി പോകും. അവിടെയാണ് കുറച്ചുകൂടെ അധികം ലോക്ക്. നമ്മളൊരു അറേഞ്ച് മാരേജ് പ്ലാൻ ചെയ്യുന്ന പോലെയല്ല. ലവ് മാരേജിലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അതവിടെ കൃത്യമായിട്ട് കുറച്ച് സമയത്തേക്ക് എന്നുള്ള രീതിയിലേക്ക് വേണ്ടാന്ന് തീരുമാനിക്കാൻ പറ്റിയിട്ടുണ്ട്.
പിന്നെ മദ്യപാനം പുകവലില്ല എന്നുള്ളൊരു സാധനം വരുന്നത് സിനിമയായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ച് അതിനുള്ള തുടങ്ങുന്ന എല്ലാ സമയത്തല്ല. സാധ്യതകളും ചുറ്റും നല്ല പോലെ ഉണ്ട്. കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആദ്യമേ ഉണ്ടായിരുന്നില്ല, വീട്ടിലാരും ഉപയോഗിക്കാറില്ല. ഓ. അപ്പൻ ഉൾപ്പെടെ ചേട്ടൻ ഉൾപ്പെടെ ആരും ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു കൊച്ചിലെ തുടങ്ങാതിരിക്കാൻ കാരണം ചിലപ്പോൾ അതായിരിക്കാം. പിന്നെ പോകെ പോകെ നമ്മൾ ഈ കൂട്ടത്തിൽ ഗ്യാങ്ങുകളിലെ കുറേ അധികം കമ്പനികളുണ്ട്. ഈ പോകുന്ന ട്രിപ്പുകളിൽ മുഴുവൻ അടിക്കാത്തൊരു ഫ്രണ്ടിനെ ഭയങ്കര കാര്യമാക്കിയിട്ട് എടുത്ത് വെക്കും. ഈ പൊസിഷൻ ആദ്യമേ തന്നുകൊണ്ട് എവിടേക്കോ അടിക്കാതിരിക്കുന്നതും കഴിക്കാതിരിക്കുന്നതും സാധാരണഗതിയിൽ അങ്ങനെയുള്ള ട്രിപ്പുകളിൽ അയാൾ ഡ്രൈവറായി മാറും. ഡ്രൈവറായിട്ട് മാറും. അപ്പോൾ പക്ഷെ അത് ആസ്വദിക്കും. ആസ്വദിക്കും. സ്ഥിരം ഡ്രൈവറായി. അപ്പോൾ ഈ ഡ്രൈവറായി പോയി കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് എന്നിട്ട് ഒരു കിക്ക് കിട്ടിയത് എവിടേക്കോ നമ്മൾ ചില സാധനങ്ങൾ വേണ്ടാന്ന് വെക്കുന്നതിൽ ഒരു സുഖം ഉണ്ടെന്നുള്ളൊരു ചിന്തയും തിരിച്ചറിയാൻ എവിടേക്ക് പോയ വഴിയിലുണ്ട്. ആ പോയ വഴി ചെന്ന് പെടുന്നത് മീഡിയയിലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സിനിമ ആയതുകൊണ്ട് മീഡിയ ആയതുകൊണ്ട് എന്നുള്ളതല്ല, നമുക്ക് പോകുന്ന കമ്പനികളിൽ ഇത് എവിടെയും ഭയങ്കരമായിട്ട് സാധ്യതകളുണ്ട്. നമ്മൾ പോകുന്ന കാര്യത്തിൽ കൃത്യമായിട്ടൊരു പൊസിഷനിൽ നമ്മളെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് കുറേ ഒരു കൂട്ടം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു സമയത്തല്ല നമ്മൾ നിൽക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ട് അവരെ തേടി പിടിക്കുന്ന ഒരു സമയമാണ്. ഇതൊരു സ്ഥിരമായിട്ടൊരു ശാശ്വതമായിട്ട് നിൽക്കുന്നില്ല, നമ്മുടെ നങ്കൂരം അടുപ്പിച്ചിട്ടില്ല. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡിപ്രഷൻ ഏത് ലെവലോട്ടും പോവാം. അപ്പോൾ എനിക്ക് തന്നെ തോന്നി, എനിക്ക് എന്നിൽ വിശ്വാസമില്ലാത്ത പോലെ തോന്നി, ഞാനിത് തുടങ്ങി വെക്കുകയാണെങ്കിൽ ഇനിയാണെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു ശീലം ഒരു പക്ഷേ ഈ പറഞ്ഞ സ്റ്റേജിൽ ചിലപ്പോൾ എനിക്ക് എങ്ങനെ കയ്യിൽ നിന്ന് പോകുന്നുള്ളത് എനിക്ക് എന്നെ അറിയാത്തതുകൊണ്ട് മൂന്നാമത്തെ ഘട്ടത്തിൽ ചിന്തിച്ചില്ല. പിന്നെ ഇതിൻ്റെ പല ഏരിയകളിലും ഇതിൻ്റെ പല സ്റ്റോപ്പുകളിലും വേണ്ടാന്ന് വെക്കുന്നതിൻ്റെ ഒരു സുഖം പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു കിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റേല് പറഞ്ഞ പോലെ നമുക്ക് പച്ചക്കെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ അത് കുഴപ്പമില്ല, അത് പോകുന്നുണ്ട്, അത് ഗുണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗുണം ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഇങ്ങനെ ഫുൾ പോസിറ്റീവ് വൈബ് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയല്ല. നമുക്ക് പലതരത്തിലുള്ള മൂഡ് സ്വിങ്ങുകൾ ഉണ്ടാവും, പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകും. ആ സമയത്ത് അതിനൊക്കെ ഒരു മറുമരുന്ന് എന്നുള്ള രീതിയിൽ ഇതിനെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഫോക്കസ് പലപ്പോഴും മാറി. നമുക്കൊരു പാർട്ട്ണർ എന്നുള്ള രീതിയിലേക്കോ ഇപ്പൊ ഫാമിലിയോ നമ്മുടെ ഒപ്പില്ല, ഈ സുഹൃത്തുക്കളാണ് നമ്മൾ എപ്പോഴും ഉണ്ടായിക്കോളുന്നില്ല. നമ്മൾ ഈ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഇതിൽ കൂടുതൽ ഉണ്ടായി പോവുക, കടന്നു പോവുക. അതിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ മൂഡ് സ്വിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ നടക്കുന്ന പ്ലാൻ ചെയ്ത രീതിയിലേക്ക് ഒന്നുമല്ല അതിന്റെ നെക്സ്റ്റ് നാളെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോകുന്നതിൽ നമുക്കൊരു തോന്നൽ വരികയാണ്, നമുക്ക് കൂടി ഇതിനെ ഓവർകം ചെയ്യണം, ഈ ഒരു സ്റ്റേജിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പലരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പലരും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് പല സ്റ്റേജുകളും നമ്മൾ കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ള കാഴ്ചകൾ നമുക്ക് മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവനവനിൽ തന്നെ വിശ്വാസമുള്ള പോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാതിരിക്കാന്ന് പറയില്ലേ, അപ്പോൾ ഒരു പക്ഷെ നമ്മൾ അതിനെ ആശ്രയിച്ചേക്കാമെന്നൊരു പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം അത് വേണ്ട എന്നുള്ളൊരു ബോധ്യത്തിലൂടെ എത്തി. ഇത് എന്തായാലും വേണ്ടാന്ന് വെച്ചു. ഇനി വിവാഹം അതുപോലെ വേണ്ട എന്ന് വെക്കുന്നില്ല, അതിന്റെ ഒരു ടൈം ആകുമ്പോൾ പിന്നെ ചില ഇതിന് ടൈം അതെ ഇതിനൊരു സമയമില്ല, ഇനി ഒരിക്കലും അത് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ മറ്റേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിവാഹമാണെങ്കിലും ഫാമിലി ലൈഫാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ വിവാഹമേ വേണ്ടാന്നുള്ള ചിന്തയിലല്ല അത് പോയെ. ഇപ്പം നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സാറ്റലൈറ്റും ഓൺലൈനായിട്ട് നിന്ന് ഒരു 5-6 ചാനലുകൾ ഇപ്പോൾ ഒരേ സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചില സമയത്ത് നമുക്ക് കിട്ടാത്ത പ്രിവിലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ചാനലിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റൊരു ചാനൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ ചോദിക്കട്ടെ, ഇപ്പം നിലവിൽ എത്ര ചാനൽ വർക്ക് ചെയ്യുന്നു? നിലവിൽ 6 ചാനൽ വർക്ക് ചെയ്യുന്നു. ചാനലിലെ പേരുകളൊന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ സൂര്യ ടി വിക്ക് വേണ്ടിയിട്ടാണ് ഷോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ മാസം വരെ അത് ഫൺ ഫാലിമിന്ന് ഷോ ഒരു ട്രാവലോഗ് ചെയ്തിരുന്നു. ട്രാവൽ മുമ്പ് തെക്കുവടക്കായിരുന്നു. അത് ഏകദേശം ഒരു 120 മേലെ എപ്പിസോഡ്സ് പോയി 1 വർഷത്തോളമായിട്ട് സാറ്റർഡേ സൺഡേ ടെലികാസ്റ്റിംഗ് ആയിരുന്നു. സൂര്യ ടിവിയുടെ ആ ഷോ കഴിഞ്ഞിട്ടായിരുന്നു ഫൺ ഫാലിമി എന്ന് പറഞ്ഞിട്ട് ഷോ ഉണ്ടായിരുന്നത്. അത് ഫാമിലിയോടെ ജോയിൻ ചെയ്യുന്നൊരു ഇൻട്രാക്ഷൻ സെക്ഷൻ പരിപാടിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് സിനിമ റിലീസായ ഇതേ ആഴ്ച തന്നെയാണ് പുതിയൊരു ഷോ തുടങ്ങിയത്, സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറഞ്ഞൊരു ഫൺ ഗെയിം ഷോ വരുന്നത്. അത് കപ്പിളായിട്ട് വരുന്നൊരു ഷോ കൂടിയാണ്. അപ്പോൾ സിനിമയും പുതിയൊരു ഷോയും വരുന്നത് സൂര്യ ടിവിയുടെ ഒരു ഷോ കൂടിയാണ് വരുന്നത്. കൈരളിക്ക് വേണ്ടി ഫിലിം പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ തുടങ്ങി വെച്ചത് കൗമുദിയിലായിരുന്നു, ഒരു സാറ്റലൈറ്റായിട്ട് ഇൻ്റർവ്യൂവറായിട്ട് തുടങ്ങിയത്. പക്ഷേ കൗമുദിക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്, അതുപോലെ തന്നെ വെറൈറ്റി മീഡിയ, അതുപോലെ ജിഞ്ചർ മീഡിയ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിളത്തിന് വേണ്ടിയിട്ട് അവരുടെ ഫിലിം പ്രൊമോഷൻ പരിപാടികളായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നിലവിൽ സാറ്റലൈറ്റും ഓൺലൈനായിട്ട് നിൽക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, നമുക്കൊരു ചാനൽ വർക്ക് ചെയ്യുമ്പോൾ അപ്പുറത്ത് ചെയ്യുന്നത് എത്രത്തോളം ഒരു പരിമിതികളുണ്ട്, പക്ഷെ നമ്മളവരെ വിളിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അല്ല, ഒരു ചാനലിൽ ഒരേ സമയം ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് മറ്റൊരു ചാനലിൽ പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു സൗഭാഗ്യം, സ്വാതന്ത്ര്യം ഇത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഒരു ഷോ ചെയ്യുമ്പോൾ മറ്റൊരു ചാനലിൽ പോയി ഷോ ചെയ്ത് കഴിഞ്ഞാൽ അതോടെ ഇവിടെ കട്ട് ചെയ്ത് വരും. നമുക്ക് കുറെ കൂടി ഒരു സാറ്റലൈറ്റിലാണ് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഇത് കുഴപ്പം വരില്ല. അപ്പോൾ നമുക്ക് കുറെ കൂടി ഇത് ഫിലിം പ്രൊമോഷൻ സമയത്തൊക്കെ വരുമ്പോഴാണ് ഈ ഡേറ്റിന് പ്രശ്നം വരിക. ഇതില്ലാത്ത പക്ഷം നമുക്കിത് കുഴപ്പമില്ല, പ്രശ്നമില്ല.
അപ്പോൾ അത് അതുകൊണ്ട് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്. അതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ സജീവമായിട്ടുള്ളൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇൻ്റർവ്യൂറാണ്. അതെ. അപ്പോൾ ഈ ഞാനിരിക്കുന്ന സീറ്റിലാണ് രോഹൻ എപ്പോഴും കാണാറുള്ളത്. ഓപ്പോസിറ്റ് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരിക്കും. പല തരത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു, പലതരത്തിലുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് കിട്ടുന്നു. പലപ്പോഴും ചില കണ്ടന്റ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച കണ്ടന്റ് വേണ്ടത്ര റീച്ച് കിട്ടാതെ പോകുന്നു, ചില കണ്ടന്റ് പെട്ടെന്ന് റീച്ച് കയറി പിടിക്കുന്നു. ഈ ഒരു അഭിമുഖം നടത്തുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂവറെ സംബന്ധിച്ച് ഒരു കണ്ടന്റ് ഹിറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ പ്ലസും മൈനസും ആ അപ്പുറത്തെ ചെയറിലിരിക്കുന്ന ആൾ കിട്ടുന്ന പോലെ തന്നെ ഇപ്പുറത്തും കിട്ടിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ അതിൽ തെറിയുണ്ടായിരിക്കും, പലതരത്തിലുള്ള റിയാക്ഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇന്റർവ്യൂവറായിട്ട് തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞ പോലെ കൗമുദിയിലാണ്. കൗമുദിയിൽ കുറെ കൂടി ഉണ്ടായിരുന്ന ഫിലിം പ്രൊമോഷൻസ് ആണ് കൂടുതൽ ചെയ്യുന്നത്, അല്ലാത്ത ആർട്ടിസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ശൈലിയിൽ കുറേ കൂടി സംസാരിച്ച് ഭയങ്കരമായിട്ട് കേൾക്കുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഒരു ലിസണറായിട്ട് ഇരിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര സോഫ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവർ എന്നുള്ള രീതിയിലേക്ക് അവിടുന്ന് മാറി മൈൽ സ്റ്റോണിൽ വരുന്ന സമയത്താണ് ഒരു പക്ഷേ മലയാളത്തിന് അത്രത്തോളം പരിചയമില്ലാത്ത ഹോട്ട് സീറ്റ് വരുന്നത്. അപ്പം നമുക്ക് അതുവരെ ആളുകളുടെ ഒരു ഇതിൽ POVയിൽ നോക്കുന്ന സമയത്ത് ആങ്കർ ചോദ്യം ചോദിക്കുന്നു, ഗസ്റ്റിനെ ബഹുമാനിക്കുന്നു, അവിടെ എന്തു പറയുന്നത് കേൾക്കുന്നു, അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരു സംവാദം എന്നുള്ള രീതിയിലേക്ക് ഇൻ്റർവ്യൂവിനെ ഇവിടെ കണ്ടിരുന്നില്ല ഒരു രീതിയിലും. അപ്പോഴാണ് നമുക്ക് ഹോട്ട് സീറ്റ് പോലെ നമുക്ക് ഇവിടെ പരിചയമില്ലാത്തൊരു രീതിയിൽ വരുന്നത്. അപ്പോൾ ഇതിൽ വ്യക്തിഹത്യകളൊന്നുമില്ല, ആശയപരമായിട്ടുള്ള എതിർപ്പുകൾ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യമേ പറയുന്നുണ്ട്, നമ്മൾ എന്ത് പറയുന്ന പോയിന്റ്, അവിടെ നിന്ന് വരുന്ന മറുപടികളിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് തെറ്റാണെങ്കിൽ നമ്മളത് പൊളിക്കും, അല്ലെങ്കിൽ നമ്മളതിൻ്റെ പോയിന്റ് വരും. ഇതാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഒരു കോൺസെപ്റ്റ്. അപ്പോൾ തുടക്കത്തിൽ 2-3 എപ്പിസോഡുകൾ വന്ന സമയത്ത് നല്ല തെറിവിളിയായിരുന്നു. അതായത് എങ്ങനെ നടക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു, അതിനുള്ളിലെ കോണ്ടന്റ് എന്നതിനപ്പുറത്തേക്ക് ഗസ്റ്റിനെ എന്തുകൊണ്ട് ബഹുമാനിക്കുന്നില്ല എന്നുള്ളതായിരുന്നു വിഷയം. ഇപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കണ്ട എല്ലാവരും ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് ഇരിപ്പിനെ പറ്റിയിട്ട്. പക്ഷെ ഇത് ആദ്യം ഞാൻ ഈ കാലിട്ടിരിക്കുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു. എൻ്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇതില്ലാത്ത പക്ഷേ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വരുമോ, കാല് കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് സീനിയർ ആർട്ടിസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇത് ഇറങ്ങും. അപ്പം നമുക്ക് ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് പ്രശ്നം വെച്ചാൽ തുടക്കത്തിൽ 2-3 എപ്പിസോഡ് വന്നു കഴിഞ്ഞപ്പോൾ ഈ എന്താ ഇങ്ങനെ ഒരു ഷോ എന്നുള്ള രീതിയിൽ കുറേ ചോദ്യങ്ങൾ വന്നു. ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ DMലൊക്കെ വന്നു കഴിഞ്ഞിട്ട് നല്ല രീതിയിലേക്ക് പറഞ്ഞു. ഇവരുടെ ഫാൻസ്, ആർട്ടിസ്റ്റുകളുടെ ഫാൻസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ വന്ന് പറഞ്ഞു. 2-3 ഷോ കഴിഞ്ഞ സമയത്ത് ഇവർക്ക് മനസ്സിലായി ഇതാണ് ഷോയുടെ പാറ്റേൺ എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഈ വിളിച്ചവരും പറഞ്ഞവർ തന്നെ നേരെ തിരിച്ച് ഇന്ന ആൾ കൊണ്ടുവരൂ, ഇവരെ ഹോട്ട് സീറ്റിലിരുത്തു, ഇവരെ കുറിച്ച് അറിയണം. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആങ്കേഴ്സ് അവരുടെ ഷോ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഇടുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ഹോട്ട് സീറ്റിൽ വന്നിരിക്കൂ, റോൻ്റെ ഷോയിൽ വന്നിരിക്കൂ എന്നുള്ളത് പറയാറുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ്സ് ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ മെസ്സേജ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അത് നടക്കുന്നത് ബിഗ് ബോസിൻ്റെ ഷോയുടെ സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും ദിവസം ഇവരെ കണ്ടിട്ട് ഒരു 100 ദിവസത്തോളം കണ്ട ആർട്ടിസ്റ്റുകൾ ഇപ്പം ഇവർക്ക് ആർട്ടിസ്റ്റിനോട് ചോദിക്കണം എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും ഈ ഷോ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവരെ പ്രതിനിധീകരിച്ചിട്ട് ഇവരെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ എനിക്കൊന്നു പലർക്കും ഇത് ഇഷ്ടപ്പെടാൻ കാരണം നമ്മൾ ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റി. അത് ഇൻഡയറക്റ്റായിട്ടോ അതിനൊരു ഭയങ്കര ഒരു ഷുഗർ കോട്ടിങ് പരിപാടികളൊന്നുമില്ല, ഡയറക്റ്റായിട്ട് നമ്മൾ ചോദിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിന് ആദ്യം കുറച്ചൊരു എതിർപ്പുണ്ടെങ്കിലും പിന്നെ ആ ഷോ കിട്ടിയത് ഭയങ്കര സ്വീകാര്യതയായിരുന്നു. കാരണം അതിൻ്റെ പാറ്റേൺ പിന്തുടർന്ന് പലരും ആ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റു പല പേരുകളിലാണെങ്കിൽ പോലും ആ രീതി തുടർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് അന്ന് ഒരു 2-3 കൊല്ലം അന്ന് മുതൽ വന്നു തുടങ്ങിയതാണ്, മറ്റേ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നു തുടങ്ങിയത് BBയിലൊരു കാരണം അതായിരുന്നു. അപ്പോൾ അതുവരെ ഇല്ലാത്തൊരു ശൈലീനെ കൊണ്ടുവരാൻ പറ്റി. അവിടുന്ന് അങ്ങോട്ടാണ് മറ്റു ചാനലിലോട്ട് വന്നത്. എനിക്ക് തോന്നുന്നു കുറേ കൂടിയും ആളുകൾ ഇപ്പോഴും ആ വ്യത്യാസം മനസ്സിലാക്കാത്തവർ വളരെ കുറച്ചായിരിക്കും. നമുക്ക് മൈക്കിന് മുമ്പിലിരിക്കുന്ന ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളിലെ ഇൻ്റർവ്യൂവിൽ പല രീതിയിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഫിലിം പ്രൊമോഷന് ഇരുന്ന് സംസാരിക്കുന്ന ചോദ്യങ്ങളോ ശൈലികളോ രീതികളോ ആയിരിക്കില്ല പോഡ്കാസ്റ്റിന് വരുമ്പോൾ ഉണ്ടാവുക. ഇതൊന്നും ആയിരിക്കില്ല ഹോട്ട് സീറ്റിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാവുക. റൗണ്ട് ടേബിൾ ഡിസ്കഷനിൽ വരുമ്പോൾ മറ്റൊന്നായി. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഷോയിൽ ഇങ്ങനെ കണ്ടിട്ട് വേറെ ചാനലിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ അവിടെ ഭയങ്കര ഇതായിരുന്നല്ലോ, ഇവിടെ അത് കണ്ടില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വരും. ചിലപ്പോൾ അവിടെ വരുന്ന ഹോട്ട് സീറ്റാണ്, അപ്പോൾ അതേ ശൈലിയല്ലേ ഇവിടെ വരിക. മാത്രമല്ല നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കുറച്ചൊക്കെ പരിഗണിക്കണ്ട. ഞാനിങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പെരുമാറുള്ളൂ, തൊട്ടാൽ പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന രാഹുൽ ഈശ്വറോ മൈത്രേനോ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഒരു റൂട്ടായിരിക്കും. അതായത് നടൻ മധുസാറാണ് അപ്പുറത്തിരിക്കുന്നെങ്കിൽ നമ്മൾ വേറൊരു രീതിയായി പോകും. ഏറ്റവും വലിയ സന്തോഷം ഉള്ളത് മധുസാർ വന്നപ്പോഴും അതിന് മുമ്പ് ജോസഫ് പുത്തമ്പുരയ്ക്കൽ വന്നപ്പോഴാണെങ്കിലും അതിൽ
ചാനലിലേക്ക് വന്നിട്ടുള്ള ഒരു കമൻസ് ആണെങ്കിലും മെസ്സേജുകൾ അങ്ങനെയായിരുന്നു. കൃത്യമായിട്ട് അറിയുന്നൊരു അവതാരകനാണ് മുമ്പിലിരിക്കുന്ന ആളിനെ മനസ്സിലാക്കിയത്. അത് കിട്ടുന്നത് ഭയങ്കര ഒരു കോംപ്ലിമെൻറ്റിനപ്പുറത്തേക്ക് എനിക്ക് കിട്ടിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഒരു സംവാദകനാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിബേറ്റ് മോഡിലോട്ട് തന്നെയാവും പോവുക. നമ്മൾ കേൾക്കാണ്ടിരിക്കില്ല. ഇപ്പോൾ മധുസാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞൊരു കാര്യമുണ്ട്, റോഹൻ്റെ ഭാഗത്ത് ഭയങ്കരമായിട്ടൊരു വിനയം വന്നു, സംസാരത്തിൽ വന്നു എന്നുള്ളത്. അത് ഞാൻ പ്ലാൻ ചെയ്ത് പോയതല്ല. മധുസാറ് ഒരു 100 വർഷത്തിലേറെ ആയിട്ട് ഒരു ഇന്ത്യൻ സിനിമയുടെ 92 വർഷമായിട്ട് നമ്മളിങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്നൊരു വ്യക്തിത്വം ഒരിക്കൽ പോലും അതിന് മുമ്പ് കണ്ടിട്ടില്ല. നമ്മൾ മെഗാസ്റ്റാർ എന്ന് വിളിക്കുന്ന മമ്മൂക്ക വരെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന, സാറെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം. അപ്പോൾ നമ്മുടെ മുമ്പിൽ പോവും. അത് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു കാര്യമാണ്. നമ്മളൊരു പ്രീ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഞാൻ മധുസാറിനോട് സംസാരിക്കാൻ പോകുന്നത്, ഇതായിരിക്കും ആളുകൾക്ക് ഇഷ്ടമാവുമെന്നുള്ള വിചാരിച്ചിട്ട് പോയതല്ല. അവിടെ വന്ന് അദ്ദേഹത്തോട് ആ മനുഷ്യരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. അത് നമ്മളറിയാതെ ബെൻഡായി പോകും. ഞാൻ ഇപ്പോഴും വീഡിയോ കഴിഞ്ഞ് എൻ്റെ ഔട്ട് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇരിക്കുന്നത് കുറച്ച് ബെൻഡായിട്ടാണ്. അപ്പോൾ അത് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്കനുസരിച്ച് ഷോയുടെ പാറ്റേൺ അനുസരിച്ചിട്ട് അത് മാറും. പിന്നെ അദ്ദേഹത്തെ പോലത്തെ ഒരാളെ ഹോട്ട് സീറ്റിൽ കൊണ്ടുവന്നിരുത്തില്ല. അപ്പോൾ ആ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അത് ഇപ്പം എല്ലാവർക്കും അത് അറിയാം. പക്ഷെ തുടക്കാലത്ത് അതിൻ്റെ ഒരു ഭയങ്കരമായിട്ട് വിമർശനം. ഞാൻ അടുത്താണ് ഈ ഓൺ സ്ക്രീൻ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഞാൻ ആദ്യമേ തന്നെ പരമാവധി നമ്മൾ ഈ സാർ മാം എന്നുള്ള വിളികൾ, അതുപോലെ ചേട്ടൻ ചേച്ചി വിളികളൊക്കെ ഒഴിവാക്കി താങ്കൾ എന്ന് പറഞ്ഞൊരു പദം ഉപയോഗിക്കാം. എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ ഈ തൃശ്ശൂർ സ്ലാങ് കൂടുതലായതുകൊണ്ട് നിങ്ങളെന്നേ വരുള്ളൂ, താങ്കൾ പെട്ടെന്ന് കയറി വരില്ല. പക്ഷെ ഞാനത് കഷ്ടപ്പെട്ട് കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനതിൽ കറക്റ്റ് സ്റ്റിക്ക് ഓൺ ചെയ്തു. പക്ഷേ എന്നാലും നമ്മൾ ജെറി അമൽദേവ് സാറിൻ്റെ അടുത്തെത്തുമ്പോൾ സാറിനുള്ള ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകും. നമ്മളത് എങ്ങനെ നോക്കിയാലും കുറേയൊക്കെ നമ്മൾ പിടിച്ചാലും ചില സ്ഥലത്ത് അദ്ദേഹമാണെങ്കിൽ നമ്മുടെ അടുത്ത് ലാൽ സാറ് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ റെഡി സാർ എന്ന് പറയണ പോലെയാണ്. അവിടെ നിന്ന് തരുൺമൂർത്തി അല്ലെങ്കിൽ പുതിയൊരു സംവിധായകൻ ആദ്യ മൂവി ആണെങ്കിൽ പോലും റെഡി സാർ എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ തുടങ്ങുന്നത്. അതുപോലെ ഇദ്ദേഹം ഞാൻ പറയാം സാർ എന്ന് പറഞ്ഞിട്ടാണ് ജെറി സാർ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം നമ്മൾ മൊത്തം ഒരുങ്ങി പോവാ, ദൈവമേ ഇത് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഇതിപ്പോൾ പോകണം. പക്ഷെ എന്നാലും ഞാൻ ആ താങ്കൾ എന്ന് പറഞ്ഞ രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് ജെറി അമൽദേവ് എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ജയചന്ദ്രൻ, യേശുദാസിൻ്റെ ഒരു ഗാനം അത് ജയചന്ദ്രൻ പാടുമെന്ന് പറയുമ്പോൾ താഴെ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ജയചന്ദ്രനെ ജയചന്ദ്രൻ എന്ന് വിളിക്കുക, അദ്ദേഹം നിങ്ങളുടെ അനുചരനല്ലല്ലോ. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇവിടെ മമ്മൂട്ടി മോഹൻലാൽ എന്ന് ചെറിയ കുട്ടി പറയുന്നു, സച്ചിൻ അങ്കിൾ എന്ന് നമ്മൾ പറയാറില്ലല്ലോ, സച്ചിൻ എന്നാണ് പേരാന്ന് പറയുന്നത്. പേര് എടുത്ത് പറയാൻ നമ്മൾ മടിക്കുന്നുണ്ടെങ്കിൽ അത്രയും മോശപ്പെട്ട പേരൊന്നും അല്ലല്ലോ. ഇവരുടെയൊക്കെ പേരുകൾ എന്ന് പറഞ്ഞാൽ തലമുറകൾ കൈയടിക്കുന്നൊരു പേരാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ കാണുന്ന പ്രേക്ഷകരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറാത്തതിൻ്റെയും ഒക്കെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇത് എല്ലാം മുൻവിധിയോടുകൂടി എടുക്കാന്ന് പറഞ്ഞ പോലെ ഇപ്പം ആളുകൾ ഇപ്പം ഇരിക്കുന്ന ആസ്വദിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വിഭാഗം ഭയങ്കരമായിട്ട് ഇതിനെ കീറി മുറിക്കാനിരിക്കുന്നുണ്ട്. അതെ അതെ, വരുന്ന വാക്കുകൾ വരുന്നുണ്ട്. അപ്പം ഇത്രയും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലൈവായിട്ട് ഇതിനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ ഇത് ആളുകൾ കൃത്യമായിട്ട് ഇതിനെ മുറിക്കാൻ കുറച്ചുകൂടി ത്വരയുണ്ട്, നല്ല പോലെ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ അതിനേക്കാൾ രസം വെച്ച് കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ പോകുന്ന 1 മണിക്കൂർ പോകുന്ന ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിന് മുമ്പ് പോകുന്ന സംസാരത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ളതായിരിക്കും അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവുക. നമുക്ക് ഈ വേർട്ടിക്കൽ വരുന്ന ഇൻസ്റ്റാ റീൽ പാറ്റേണിൽ ഒരു 30-40 സെക്കൻഡ്സിൽ വരുന്ന ഒരു കാര്യത്തിൽ ഇതിൻ്റെ ഒരു പൂർണ്ണരൂപം ഉണ്ടാവില്ല. അപ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചിരിച്ചതിൻ്റെ ഒരു തുടർച്ച ഇവിടെ വന്നിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഈ കട്ടുമാണ് കാണുന്ന സമയത്ത് വരിക, ഇതെന്താണ് ഒരു ഇത് പരസ്പര ബഹുമാനമില്ലാതെ, അല്ലാന്നുണ്ടെങ്കിൽ അത് വാക്കുകൾ കാണുന്നില്ല, ഡയലോഗുകൾ കാണുന്നില്ല, ശരിക്കും അതിന് മുമ്പ് ഒരു തുടർച്ചയാണ് ഇവിടെ വരുന്നതെന്നുള്ള ചിന്തിക്കില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഒരേ കാര്യം നമ്മൾ പറയും, സിനിമകളുടെ കാര്യം പറയും. തിയേറ്ററിൽ ഇറങ്ങിയ ഒരു സിനിമ OTT ഇറങ്ങുമ്പോൾ ഇവിടെ അഭിപ്രായം കിട്ടിയത് ചിലപ്പോൾ OTT വരുമ്പോൾ വിമർശനങ്ങൾ വിധേയമായേക്കാം. ഇവിടെ മികച്ചതല്ലാത്തത് അവിടെ വരുമ്പോൾ ചിലപ്പോൾ മികച്ചതായിരിക്കാം. ഒരേ സിനിമ ഒരേ കഥയും കോണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് 2 തരം പ്ലാറ്റ്ഫോമുകൾ വരുമ്പോൾ എങ്ങനെയാണ് 2 തരം സമീപനങ്ങൾ ഉണ്ടാവണേ, അല്ലേ? മാറ്റപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഇൻ്റർവ്യൂ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 45 മിനിറ്റ്സിൻ്റെ യൂട്യൂബിലിട്ടു. ആ യൂട്യൂബിൻ്റെ അതേ കട്ട് തന്നെ ഷോർട്സ് ആയിട്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും വന്നു. ആ 3 വീഡിയോ നോക്കിക്കോ, 3 അഭിപ്രായമായിരിക്കും. നമുക്ക് അവിടെ കിട്ടുന്നൊരു ഓഡിയൻസ് ഉണ്ട്, അതിനെ കാണുന്ന അവർ എടുക്കുന്നൊരു രീതിയുണ്ട്. ഫേസ്ബുക്കിൽ വരുമ്പോൾ കുറച്ചുകൂടി തുറന്നെഴുത്തുക. അതായത് ഫേസ്ബുക്കിൻ്റെ ഏറ്റവും ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ വിസിബിലിറ്റി കുറച്ചുകൂടി കൂടുതലാണ്. നമ്മുടെ കമന്റ് കുറച്ചുകൂടി ആളുകൾ വായിക്കും. ഇൻസ്റ്റയിൽ പെട്ടെന്ന് വായിക്കില്ല. ഇൻസ്റ്റയിൽ ക്യാപ്ഷൻ ശ്രദ്ധിക്കുന്നവർ വളരെ വിരളായിരിക്കും. അപ്പോൾ കമന്റ് ബോക്സിന് കുറച്ചുകൂടി വിസിബിലിറ്റി ഫേസ്ബുക്കിൽ ഇട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നത് ആളുകൾ വായിക്കുന്നുണ്ട്, ലൈക്കുകളുടെ എണ്ണം കൂടുന്നുണ്ട്, സന്തോഷം കൂടുന്നുണ്ട്.
മുഖമില്ലാത്ത പ്രൊഫൈലുകളായിരിക്കും, തുറന്നെഴുതും, മലയാളീകരിച്ച് എഴുതും. അപ്പം കിട്ടുന്ന എഴുതുന്ന ആൾക്കൊരു സുഖമുണ്ട്, വായിച്ച ആൾ ഇതേ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ലൈക്ക് കൂടും, വിസിബിലിറ്റി കൂടുന്നിടത്ത് വിമർശനങ്ങളും കൂടുന്നു പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ഇങ്ങനത്തെ തുറന്ന പറച്ചിൽ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. ഇവിടെ വരുന്ന സമയത്ത് കുറച്ചുകൂടി ഇമോജി കാര്യങ്ങളായിരിക്കും, ഇൻസ്റ്റയിൽ കാര്യങ്ങൾ വരുന്നത്. യൂട്യൂബിലായിരിക്കും ചിലപ്പോൾ കുറച്ച് കൃത്യമായിട്ട് എഴുതുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് യൂട്യൂബിലായിരിക്കും ഉണ്ടാവും. അത് കൃത്യമായിട്ട് കാര്യത്തെ ചിലപ്പോൾ വിവരിക്കാനുള്ളത് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും, മുറിക്കാനുള്ളത് അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ അപ്പോൾ ഒരേ കാര്യം തന്നെയാണ് വരുന്നത്. ഈ കാണുന്ന ആളുകളും ഒന്ന് തന്നെയായിരിക്കാം, പക്ഷെ ഇത് 3 പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അഭിപ്രായങ്ങൾ 3ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ച് പിന്നെ ഒന്നും കുറേ ചിന്തിച്ചിട്ട് ചില പറഞ്ഞ പോലെ എല്ലാ മേഖലയും ചിന്തിച്ച് പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാം, ബാക്കി വേറെ കാണാനുള്ളത് മാത്രമല്ല. ഇപ്പോൾ ഒരുപാട് ഇന്റർവ്യൂകൾ, ഒരുപാട് പോഡ്കാസ്റ്റുകളൊക്കെ ചെയ്തു. പേഴ്സണലി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണം എടുത്തു പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും നമ്മൾ ചെയ്ത? എനിക്ക് നിസ്സംശയം ആദ്യം വരുന്നത് ആസിഫ് അലിയാണ്. ആക്ച്വലി ആസിഫിന് കുറേ പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ സമീപിക്കുന്ന രീതി, അതായത് ഒരു പ്രാവശ്യം കണ്ടു, അടുത്ത പ്രാവശ്യം ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഇടയ്ക്കൽ ഉണ്ടാകുന്ന അപ്ഡേറ്റ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ഷോ ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കൃത്യമായിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് സംസാരിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചുറ്റുണ്ടാകുന്ന നോയ്സ്, ശബ്ദങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇവിടെ ആങ്കറിനായിട്ടിരിക്കുന്ന ആളുകളായിരിക്കും. ഞാനിവിടെ ആങ്കറായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര കൂളായിട്ട് നിൽക്കുന്ന ഒരാൾ അവിടെ നിന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആളുകളെ ക്ലിയർ ചെയ്ത്, ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ട് ഈ മനുഷ്യൻ ഇത്ര ചൂടാവും എന്നുള്ളത്. സൈലൻ്റ് ആവാൻ പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പം കുറേയും കൂടി നമ്മളുടെ രീതിയിലേക്ക് ഭയങ്കരമായിട്ട് ഭംഗിയായിട്ട് ആങ്കറാണ്, അതിൻ്റെ ഒരു സംഭവം കൂടിയാണ്. ആ POയിൽ കൂടി ഞാൻ ചിന്തിക്കുന്നുണ്ടാവുക. ഷോ കഴിഞ്ഞിട്ടിരുന്ന ഫീഡ്ബാക്ക്, കൃത്യമായിട്ടൊരു ഷോ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ടാൻ പോകുന്നുണ്ടാവുക. ഇപ്പം പറഞ്ഞ ചോദ്യങ്ങൾ, അത് പ്രസൻറ്റ് ചെയ്ത രീതിയെ അത് എടുത്ത് പറഞ്ഞ് നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യും. അത് നല്ലതായിരുന്നു, അത് ഇങ്ങനെ ചെയ്യുന്ന നല്ലതായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. സിനിമയിൽ വന്ന സമയത്ത് എനിക്കങ്ങനെ ഒരു ഭയങ്കര ഇതുള്ളൊരു ഉപദേശം തന്നതായിരുന്നു, സിനിമ നടക്കുന്നുണ്ട്, നീ ഒന്നും ഇതാക്കണ്ട, ഇത് സിനിമയാണ്, ഇത് സിനിമ കഴിയട്ടെ, എന്നിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നാൽ മതി, ഇതിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശം തന്ന ഒരാളാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ദൈവം സംസാരിക്കുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ഇപ്പോഴും ആസിക്കയുടെ ബർത്ത്ഡേ കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ആസിക്കയുടെ ഇൻട്രോ കൊടുത്താണ് ഇപ്പോഴും ബർത്ത്ഡേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ആക്ടറായതിനേക്കാൾ ഉപരി വ്യക്തിയായിട്ട് ഞെട്ടിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ കുറേ പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ചെയ്യാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്തി കളഞ്ഞൊരു ഗസ്റ്റാണ്, ആർട്ടിസ്റ്റാണ്, മനുഷ്യനാണ്. അതെ. മറ്റൊരു ഇപ്പോ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഒരു പ്രത്യേകമായിട്ടുള്ള റൂട്ടിൽ രോഹൻ ഇഷ്ടപ്പെടുന്നു. ഇതുപോലെ തന്നെ വേറൊരു ഇതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള പല മനുഷ്യന്മാരും പലതരം സ്വഭാവങ്ങളും രീതികളാണല്ലോ. മറ്റൊരു ക്യാരക്ടർ നമ്മുടെ ഓപ്പോസിറ്റ് സീറ്റിൽ ഇരിക്കുന്ന ഒരാളെ പറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരു പ്രാവശ്യം അനുമോൾ ആക്ട്രസ് അൽമ, പുള്ളിക്കാരുടെ ഒരു നയം ഭയങ്കര സംസാരത്തിലെ ഭയങ്കരമായിട്ടൊരു നയം തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മധുസാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇരിക്കുന്നത് ഇത്രയും എക്സ്പീരിയൻസിലും ഇത്രയും പ്രായത്തിലിരിക്കുന്ന ഒരാൾ, പക്ഷെ നമ്മുടെ അടുത്ത് ഇടപഴകുന്നതും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നതും ആ ഷൂട്ട് ചെയ്യുന്നത് രാത്രി 11:30-12 മണിയാകുമ്പോഴാണ്. അപ്പോൾ ആ സമയത്തിലും നമ്മളോടൊപ്പം സഹകരിക്കുന്ന രീതിയിലേക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ കുറേ കൂടിയും ഈ ഒരു എനർജി ലെവലിൽ, അതായത് നമ്മൾ ഇങ്ങനെ ആയിരിക്കണം ചിന്തിച്ചിട്ട്, ഇപ്പോൾ പലപ്പോഴും പ്രൊമോഷൻ സമയത്ത് 3-4 ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇത്രയും ചാനൽസ് ഇരിക്കുന്ന, ഇപ്പോൾ ജംഷേട്ടൻ അറിയില്ല, ഒരു ദിവസം 10-20 ചാനൽസ് ഉണ്ടായിരിക്കും, രാവിലെ തുടങ്ങിയിരിക്കും. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ ഇരിക്കുന്നതൊരു നിർബന്ധമില്ല. ആ രീതിയിൽ ഞെട്ടിച്ചിട്ടുള്ള ജഗദീഷ് ചേട്ടനാണ്. കാരണം രാവിലെ 9:30 വന്നിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ ജഗദീഷ് ചേട്ടൻ എങ്ങനെയാണോ ഇങ്ങനെ തന്നെയായിരിക്കും രാത്രി 9:30 ഇരിക്കുന്ന ഇൻ്റർവ്യൂവിൽ എനർജി, സംസാരിക്കുന്ന ഒരു ഇത്. ആ എനർജി മാത്രമല്ല, പുള്ളി പറഞ്ഞ ഒരു എൻസൈക്ലോപീഡിയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒപ്പിരിക്കുന്നവർ ഡൗൺ ആണെങ്കിലും പൊക്കും. അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അതിനെ കൂടെ നിർത്താനും അവർക്കൊപ്പം ആ ഒരു എനർജി ഒട്ടും, ഇതെങ്ങനെയാണ് ഇത്രയും മണിക്കൂറോളം ഇതില്ല നഷ്ടപ്പെടാതെ, വേണമെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് പറയും ഇത്രയും സീനിയർ ആർട്ടിസ്റ്റാണ്, 3-4 ചാനൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് വേണമെങ്കിൽ വിടാം, വന്നവരൊക്കെ പരിഗണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ ഞെട്ടിച്ചിട്ടുള്ളൊരു സംഭവം ജഗദീഷ് ചേട്ടനാണ് ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്നൊരു രീതി കണ്ടിട്ട്. സിനിമ ഇറങ്ങി, സിനിമ കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ഒക്കെ കിട്ടി വരുന്നു. കൂടുതൽ ആൾക്കാർ ഈ സിനിമ കാണട്ടെ. ഒരു നടൻ എന്ന രീതിയിൽ ആദ്യ സിനിമ തന്നെ രോഹന്റെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഇത്രയും നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ അതിന്റെ ഒരു പീക്കിൽ പോകട്ടെ. അതായത് തീർച്ചയായിട്ടും അത് തുറന്ന് സംഭവിക്കണം. പലരും ചോദിക്കുന്ന കാര്യമാണിത്, സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവതാരകനായതാണോ, അല്ലെങ്കിൽ പലരും ഇതൊരു പാത്ത് വേ ആയിട്ട് കാണുന്നാറുണ്ട്, ഇവിടുന്ന് ഒരു കോണ്ടാക്ട് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. എൻ്റെ ആദ്യത്തെ വരുമാനം ആങ്കറായിട്ടാണ്. ഞാനിപ്പോഴും എൻ്റെ പ്രധാന വരുമാനം അവതാരനായിട്ടിരിക്കുന്ന തന്നെയാണ്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി വന്നതല്ല, സിനിമ സ്വപ്നം ഉണ്ടായിരുന്നു,
പക്ഷേ അതിന് വേണ്ടിയിട്ട് വെട്ടി വഴിയല്ല. എനിക്കിത് എല്ലാ കാലവും തുടർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ സിനിമകളും സംഭവിക്കണം. നമ്മൾ ഇതൊരു ഹൈവേ ആണെങ്കിൽ അതിനൊരു പാരലൽ റോഡിലൂടെ നമ്മൾ പോകുന്നു. ഏത് നിമിഷവും ഹൈവേയിലേക്ക് നമുക്ക് 2 റോഡ് നമുക്കൊപ്പം മാറ്റാൻ പറ്റണം. നമുക്ക് സർവീസ് റോഡിലൂടെ കയറാൻ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ കാര്യമില്ല. കുറെ കഴിഞ്ഞിട്ട് യൂ ടേൺ എടുക്കാൻ എന്നുള്ള സംഭവമില്ല. അപ്പം നമുക്കിതൊപ്പം കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. ഒപ്പം തുടർന്നും സിനിമകൾ സംഭവിക്കണം. പക്ഷേ ഈ കസേരകൾ രണ്ടിലും ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടം. ആങ്കർ ആയിട്ടുള്ള പൊസിഷനിൽ ജിബിൻ ചേട്ടൻ ഇരിക്കുന്നിടത്ത് ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സിനിമകൾ സംഭവിക്കില്ലോ എന്നുള്ള ഒറ്റ ചിന്തയിലാണ്. അത് സംഭവിക്കട്ടെ. 2 ചെയറിലും മാറി മാറി ഇരിക്കട്ടെ. എന്തായാലും തനിനിറം വലിയൊരു വിജയമാകട്ടെ. ഇതിന്റെ ക്രൂവിനും ഇതിന്റെ ബാക്കി അണിയറ പ്രവർത്തകർക്കും ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ചാനൽ കണ്ടു മുതൽ തൊട്ട് ഒരുപക്ഷെ ചാനൽ ഞാൻ അറിഞ്ഞോളും ജെം ചാനലിലൂടെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് സാറ്റലൈറ്റിലൂടെ. അപ്പോൾ ആങ്കറായിട്ട് വന്ന കൗമുദിയിലാണെന്നുണ്ടെങ്കിൽ പോലും അവാർഡ് ഷോകളിലൊക്കെ ജെം ചേട്ടൻ്റെ ഒപ്പം ഉണ്ടാകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ തുടക്കം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ വന്ന് ഒരു ആദ്യ സിനിമയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടുള്ള വഴി പല പ്രാവശ്യം നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തിപ്പെടപ്പെട്ടിട്ടില്ല. അപ്പോൾ ലോഞ്ചിനാണ് അതെല്ലാം ഈ സീറ്റിലായിരുന്നു. അതെ. അപ്പോൾ അങ്ങനെ വന്ന് എത്തിപ്പെടാൻ പറ്റിയാലും സിനിമയെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയതും ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനി ഇതുപോലുള്ള ഇരിപ്പുകൾ നമ്മൾ ഇനി ഇരിക്കട്ടെ. പൊളിക്കട്ടെ. പൊളിക്കട്ടെ.